ചരിത്രരേഖ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ രേഖ ഞാനിങ്ങനെ വായോണ്ട് പറയല്ലേ രേഖ കാണിക്കാൻ വേണ്ടി. പൂക്കോയത്തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ പിതാവായ സയ്യിദ് മുഹമ്മദ് കോയഞ്ഞിക്കോയത്തങ്ങൾ മരണപ്പെട്ടു. തുടർന്ന് കോയഞ്ഞിക്കോയത്തങ്ങളുടെ അനുജനായ സയ്യിദ് അലി പൂക്കോയത്തങ്ങളായിരുന്നു പൂക്കോയത്തങ്ങളെ വളർത്തിയത്. അറിയപ്പെട്ട ഒരു ചികിത്സാ വിശാരദനായിരുന്ന അലി പൂക്കോയത്തങ്ങൾ സൂഫ്യവര്യനായി ജീവിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. 1900 ശ്രദ്ധിക്കണേ ബഹുമാനപ്പെട്ടവരെ, അലി പൂക്കോയത്തങ്ങൾ, അതായത് അലി പൂക്കോയത്തങ്ങൾ ആര്? ഇവരുടെ വളർത്തു വല്യുപ്പ, അതായത് കോയഞ്ഞിക്കോയത്തങ്ങളുടെ അനുജൻ. അവർക്കൊരു പുതിയ പേരും കൂടി ഉണ്ടായിരുന്നു. എന്ത്? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ പറഞ്ഞത്? കണ്ണില്ലാത്ത പൂക്കോയ എന്ന് പറഞ്ഞിരുന്നു അവരെ. അതിനൊരു കാരണമുണ്ട്, അത് ചെവി തുറന്നൊന്ന് കേൾക്ക്. അതിനൊരു കാരണമുണ്ട്. കണ്ണില്ലാത്ത തങ്ങളുവാപ്പാന്നൊക്കെ കണ്ണുണ്ടായിരുന്നു, പിന്നെ എന്റെ കണ്ണ് പോയത് ചരിത്രം പറയുന്നത് കേട്ടോ. പൂക്കോയ തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ പിതാവായ മരണപ്പെട്ടു. സൂഫിവര്യനായി ജീവിച്ച ബഹുമാനപ്പെട്ട അലി പൂക്കോയ തങ്ങൾ സൂഫിവര്യനായി ജീവിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. 1921 മലബാർ മാപ്പിള സ്വാതന്ത്ര്യ സമരത്തിൽ ധീരദേശാഭിമാനികളായ മാപ്പിള യോദ്ധാക്കളെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത് കയ്യിനും കാലിനും വിലങ്ങി വെച്ച് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നത് പാണക്കാട്ട് ഗ്രാമത്തിലൂടെയായിരുന്നു. ശ്രദ്ധിക്കണേ, മുസ്ലിമീങ്ങളെ വിലങ്ങി വെച്ചിട്ട് ബ്രിട്ടീഷുകാർ 921 കൊണ്ടുപോയിരുന്നത് പാണക്കാട്ട് ഗ്രാമത്തിലൂടെയാണ്. അന്ന് പൂക്കോയ എന്ന ഈ കുട്ടിയുടെ മുറബിയായ എളാപ്പയായ ആരുണ്ട്? അലി പൂക്കോയ ഉണ്ട്. അന്ന് കണ്ണുണ്ട്. ഗ്രാമത്തിലായിരുന്നു ഇവിടെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഈ കാഴ്ച കണ്ട് അലി പൂക്കോയ തങ്ങളുടെ മനസ്സ് വളരെ വേദനിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തു, റബ്ബേ ഇനി ഇനി എന്റെ കണ്ണിൽ കണ്ടുകൂടെ റബ്ബേ, എന്റെ കാഴ്ച ശക്തി മടക്കിയെടുക്കണേ. അപ്പോൾ കാഴ്ച പോയി. കറാമത്ത്. ഇത് ചരിത്രം. അലി പൂക്കോയൊക്കെ കാഴ്ച പോയി. എന്തിന്? ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ചെയ്ത നരമേധം ഇനി എനിക്ക് കാണരുത് പടച്ചവനെ എന്ന് ദുആ ചെയ്തു അലി പൂക്കോയ റഹ്മഹുല്ലാഹ്. ബഹുമാനപ്പെട്ട കറാമത്തോണ്ട് കാഴ്ച പോയി. വിചാരിക്കേണ്ടതൊന്നും ചെറുതാണ്. അത് ഇവരുടെ ബാപ്പയുടെ അളാപ്പയാണ്, മുറബിയുമാണ്. ഇവർ ബാപ്പ പൂക്കോയ തങ്ങളുടെ മുറബിയാണ്. അവരെ വളർത്തിയുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട അലി പൂക്കോയ. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെയൊക്കെ ഈ അലിയും. ഇതൊന്നും വെറുതെ ഉള്ളൊരു അലിയാണെന്ന് വിചാരിക്കണ്ട. നമ്മളൊക്കെ അലിയാണ്, പക്ഷെ ഇത് വെറും ഒരു അലിയാണെന്ന് വിചാരിക്കണ്ട. ആ കോയഞ്ഞിക്കോയത്തങ്ങൾക്ക് 1917 ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ ജനിച്ചു. 1917. പിന്നെ അവിടുന്ന് ശേഷം ചരിത്രത്തിൽ ചെറിയ ഒരു സ്വഭാവം വ്യത്യാസം കാണുന്നുണ്ട്. അതുവരെ ഹിജ്രി കലണ്ടറായിട്ടാണ് ആസ്വദിച്ച് കാണുന്നത്. പിന്നെ ചരിത്രരേഖകളിൽ മുഴുവൻ കാണുന്നത് പിന്നെ ഈസവി കലണ്ടറാണ്. അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിയും. ഞാൻ ഈ തിരക്കിനിടയിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. 1917 ബഹുമാനപ്പെട്ടവരുടെ ജനനം. അതിൻ്റെ കണക്ക് പറയാൻ കഴിഞ്ഞാൽ ആർക്കും പറയും ചെയ്യാം. 1917 ബഹുമാനപ്പെട്ടവർ ജനിച്ചിട്ടുള്ളത്. 1975 വഫാത്തായി ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ വലിയ കറാമത്തുള്ളായിരുന്നു. ഭയങ്കര അപാരമായ അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പൂക്കോയ തങ്ങളെ കറാമത്ത് ഇന്നും ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് പോകും ഞാൻ കണ്ണോട്. എൻ്റെ നാടിനടുത്തുള്ള ഒരു മൊയ്തീൻ എന്താണ് എൻ്റെ നാടിനടുത്ത്, കൃത്യമായി പറഞ്ഞാൽ അത് പേര് തന്നെ പറഞ്ഞോളൂ ഉസ്താദെ നിന്നോട്. മൊയ്തീനാജി സമ്മതം തന്നുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പേര് പറയാം. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അത് എനിക്ക് വല്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ജീവിതത്തിൽ അദ്ദേഹം വലിയ മഹാനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണ്. വിശ്വാസമാണ് മനുഷ്യന് ഏറ്റവും വലിയ രക്ഷ. എടക്കര മഹലിൻ്റെ പ്രസിഡന്റ് മൊയ്തീനാജി മെയ്ദീനായ കാലത്ത് ചെറിയ ചെറുപ്പക്കാരനായ അടിപിടി കൂടി. അല്ല ഇപ്പോൾ തന്നെ അല്ല ഉറപ്പുള്ള തടിയ അടിച്ചു, മലപ്പുറത്ത് വെച്ച് കൊന്നു, മരിച്ചു. പിടുത്തം കൂടിയതാണ്. മൊയ്തീനാജി മരിച്ചു. മലബാർ മൊയ്തീനാജി. ഇതൊക്കെ ഞാൻ കണ്ണോട്ട് കാണാം. ഇപ്പോഴുണ്ട്, അവർക്ക് അറിയുന്ന കാര്യമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. നിയമം യുദ്ധമൊക്കെ നടന്നു, വിധിയായി തൂക്കിക്കൊല്ലാൻ വെച്ചു. മൊയ്തീനാജിയുടെ വല്യ ബാപ്പ പാണക്കാട്ട് പോയി വരവാപ്പാന്റെ അടുത്ത്. ഇത് ഇന്ന് ആള് ജീവിച്ചിരിപ്പുണ്ട്. ഇത് കുറെ കാലം ഇന്നുണ്ട്. ഇന്ന് ജീവിപ്പുണ്ട്. മൊയ്തീനാജി മരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ മാത്രമൊക്കെ മൊയ്തീനാജി ഈ സദസ്സിൽ കുറിപ്പ് കൊടുത്തേക്കാൻ മാത്രമൊക്കെ മൊയ്തീനാജി പ്രസിദ്ധനാണ്. മൊയ്തീനാജി ഇന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും നമുക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അവരെ പൊരുത്തത്തിൽ തരട്ടെ. മൊയ്തീനാജിയുടെ ബാപ്പ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മൊയ്തീനാജിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മൊയ്തീനാജിയുടെ ബാപ്പ പാണക്കാട്ട് പോയി തങ്ങളാപ്പയോട് പറഞ്ഞു,
തങ്ങളാപ്പ ഇപ്പോൾ ഇവരിയ്ക്കുന്ന തങ്ങളിരുന്നിന് അവിടെ അങ്ങനെ ഒന്നങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, മൊയ്തീനെ വിട്ടുവരും, നിങ്ങളതിന് ബേജാറാവണ്ട, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളതിന് ബേജാറാവണ്ട, മൊയ്തീനെ വരും, മൊയ്തീൻ മടങ്ങി വരും, മൊയ്തീനെ തൂക്കൂല, മൊയ്തീൻ വരും എന്ന് പറഞ്ഞു. മൊയ്തീൻ വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൊയ്തീൻ വന്നു. വെറുതെ വിട്ടു. തൂക്കിക്കൊല്ലാൻ ആരാച്ചാരം ഉറപ്പിച്ചിരുന്നു, തൂക്കുമരം ഉറപ്പിച്ചിരുന്നു, എല്ലാം ഉറപ്പിച്ചിരുന്നു. 2 ആഴ്ചയോട് മൊയ്തീനോട് വിട്ടു. എങ്ങനെ വിട്ടു എന്ന് വെച്ചാൽ മൊയ്തീനോട് പോക്കോ തങ്ങളാപ്പ എനിക്ക് അന്നൊരു കത്തേരി ജയിലിക്ക് കേട്ടോ. പൂക്കോയ തങ്ങൾ പാപ്പ അന്ന് തന്നെ പാണക്കാട്ട് നിന്ന് ജയിലിലേക്ക് കത്തയച്ചു. മൊയ്തീനെ കത്തയച്ചു. മൊയ്തീനെ അള്ളഹാനോട് പറഞ്ഞ നട്ടപ്പാതിരൊക്കെ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് നിന്റെ സെല്ലിലാണ് ദ്വാരക്ക, നിസ്കാരത്തിൽ ദ്വാരക്ക. നിസ്കാരത്തിൽ നിനക്ക് അറബി അല്ലാത്ത ഭാഷ നിസ്കാരത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അറബി അല്ല ഭാഷയിൽ ദ്വാ ചെയ്യാൻ നിനക്കൊട്ട് കഴിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സുജൂദിൽ കിടന്നിട്ട് ചുണ്ട് പൂട്ടിപ്പിടിക്കാം. ചുണ്ട് പൂട്ടിപ്പിടിച്ചിട്ട് റബ്ബിനോട് പറയാ, അബിന്റെയും മാപ്പൂരിന്റെയും ഇടയിൽ ഭാഷയുടെ ആവശ്യമല്ല. കൽബോണ്ടാണ് പറഞ്ഞാളാ. പൂക്കോയത്തങ്ങൾ പാപ്പയുടെ കത്ത് വിട്ട് മൊയ്തീനും സെല്ലിൽ നിന്ന് ദ്വാ ചെയ്തു. ആ മൊയ്തീൻ നിന്ന് മരിച്ചിട്ടില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജി മരിച്ചിരിക്കുന്നു. തൂക്കിക്കൊല്ലാൻ വിധിച്ച എടാ ഇതാണ് പൂക്കോയത്തങ്ങൾ പാപ്പയുടെയും മക്കളെയും കിറാമത്ത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജി മരിച്ചു, പക്ഷേ തൂക്കിക്കൊല്ലപ്പെടേണ്ട വ്യക്തി ഇന്ന് മരിച്ചിട്ടില്ല. എന്നോട് ബഹുമാനപ്പെട്ടവർ മൊയ്തീനാജി ഒരിക്കൽ കരഞ്ഞു പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കത്ത് പിന്നെ ഞാൻ നിധി പോലെ കൊണ്ടുനടന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായിരുന്നു കത്ത്. ഒരിക്കൽ എന്റെ വീട് തീ പിടിച്ച് കത്തി, എന്റെ മുതൽ മുഴുവനും നഷ്ടപ്പെട്ടു. എല്ലാ ആധാരങ്ങളും രേഖകളും എല്ലാം കത്തിപ്പോയി. ഒന്നിനും എനിക്ക് വിഷമം തോന്നിയില്ല. പൂക്കത്തങ്ങൾ അവരെ കത്ത് കത്തിയത് എനിക്കൊന്നും സഹിക്കാൻ കഴിയില്ല. എന്റെ നിധിയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നു. എന്റെ പൂക്കത്തോളപ്പാട് ആ കത്താണ് എന്റെ ജീവിതം ഉണ്ടാക്കിയത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജി മരിച്ചിരിക്കുന്നു. കറാമത്ത് നിഷേധിക്കുന്നവരെ വിനയത്തിൽ ഒരു വാക്ക് വളരെ ചിന്തിക്കണം. തിരൂരിനടുത്ത് തെന്നലയിൽ തങ്കമ്മ എന്നൊരു പെണ്ണിനെ പാമ്പ് ചുറ്റി. ഈ തങ്കമ്മ ഈ മെയ് 2 മരിച്ചത്. ഞാൻ ഇന്നലെ തങ്കമ്മയുടെ മകന് ഫോൺ ചെയ്തിരുന്നു. തെന്നലയിൽ ശ്രദ്ധിക്ക, പാമ്പ് ചുറ്റി, തൊടയടക്കം പാമ്പ് ചുറ്റി. പൂക്കോയത്തങ്ങൾ പാപ്പയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ തങ്കമ്മ പൂക്കോയത്തങ്ങൾ പാപ്പയുടെ കടത്ത് ഇതൊക്കെ വസ്തുതയാണ്. ഈ തങ്കമ്മയുടെ മകൻ ഇപ്പോൾ അല്ലൈനിലെ ദവാം ഹോസ്പിറ്റലിലെ സീനിയർ അക്കൗണ്ടന്റ് ആണ്, ജിമ്മി. ഈ ജിമ്മിയോട് ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ ശ്രദ്ധിക്ക, കറാമത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്ക. തങ്കമ്മയെ പാമ്പ് ചിറ്റിയിട്ട് സർപ്പക്കാവിൽ നിന്ന് പാമ്പ് കയറി. ചില സുന്ദരിമാരായ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ പാമ്പ് ചുറ്റി, തൊടയടക്കം പാമ്പ് ചുറ്റി, പല പണിയും നോക്കി പാമ്പിനെ ഇറക്കാൻ കഴിഞ്ഞില്ല. അവസാനം പൂക്കോയത്തങ്ങളാണ് അപ്പോഴടുത്തേക്ക് കൊണ്ടുവന്നു. പൂക്കോയത്തങ്ങൾ പാമ്പിനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു. പാമ്പ് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ പൂക്കോയത്തങ്ങൾ പാപ്പ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി കീരി വന്നോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ വന്നു കീരി. ഉടനെ വെട്ടി, ഒറ്റച്ചാട്ടം പാമ്പിന്റെ തല വെട്ടി. പാമ്പ് തെറിച്ചു, പാമ്പ് ചത്തു, കീരി പോയി, കഴിഞ്ഞു. ഇത് നടന്ന ആ വ്യക്തി ഈ മെയ് 2 മരിച്ചത്. തെന്നയിലയിൽ, തിരൂരിനടുത്ത് തെന്നയിലയിലുള്ള തങ്കമ്മയുടെ മകൻ ഇപ്പോൾ അൽ ഐനിൽ ദവാം ഹോസ്പിറ്റലിൽ സീനിയർ അക്കൗണ്ടന്റ് ജിമ്മിയുമായി ഇന്നലെ ഞാൻ സംസാരിച്ചു. ഇത് വെറുതെ പറയല്ല, അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് അറിയല്ല, കറക്റ്റ് പറയാം. ഇതൊക്കെ കറക്റ്റാണ്. എന്ന് മരിച്ചു? ഈ മെയ് 2 മരിച്ചു. ഇത് ഞാൻ ഉറപ്പിച്ചിട്ട് പറയാം, ഒക്കെ സനത് മുത്തസില. തങ്കമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നു വേണ്ട, തെന്നയിലയിലാണ്. ഈ മെയ് 2 തങ്കമ്മ മരിച്ചു. തങ്കമ്മയുടെ മകൻ ജിമ്മി അൽ ഐനിൽ ദവാം ഹോസ്പിറ്റലിൽ സീനിയർ അക്കൗണ്ടന്റ് ആണ്, ബാംഗ്ലൂരിലുണ്ട്. ഇന്നലെ ബാംഗ്ലൂരിലേക്ക് വിളിച്ച് വീണ്ടും ഉറപ്പുവരുത്തി അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ പറഞ്ഞു, ശിഹാബ് തങ്ങൾ വഫാത്തായിട്ട് ഞാൻ പോയിരുന്നു എന്ന് ജിമ്മി പറയുകയും ചെയ്തു. ഇപ്പോഴും ആ കുടുംബത്തോട് കണ്ടിട്ട് നടന്ന സത്യ. പാമ്പിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, പാമ്പ് പോയില്ല. എന്നാ നീ കീരി വന്നോട്ടെ എന്ന് പറഞ്ഞു. കീരി ഓടി വന്നു, ഒറ്റക്കേറ്റം, ഒറ്റ വെട്ട്, പാമ്പിന്റെ തല കഷ്ണം 2ആക്കി. പാമ്പ് ചത്ത് വീണു, കീരി പോയി. എവിടുന്ന് കീരി വന്നു എന്ന് പറഞ്ഞില്ല, എവിടെ കീരി പോയി എന്ന് പറയില്ല. കാരണമുണ്ട്. മുസ്തഫ നബിന്റെ പേരെ കുട്ടികളാ, കളിക്കണ്ട, കളിച്ച വിവരം അറിയും.
അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആര് കളിച്ചാലും പറയും, കുട്ടികളോട് ആര് കളിച്ചാലും വരാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വളരെ നമ്മളിത് ചിന്തിക്കണം. എത്രയോ സംഭവം. അലവിയാക്ക പറയുന്നൊരു ഓർമ്മയുണ്ട്, പാണക്കാട്ടെ അലവിയാക്ക. MSP ക്യാമ്പിൽ ഒരു സിഖുകാരൻ മൃതപ്രായനായി രോഗിയായി പല മരുന്നും കൊടുത്തിട്ടു രോഗം മാറിയില്ല, ചലനമറ്റു, മരിച്ചു എന്നുറപ്പിച്ചു. കുഴി തോണ്ടിയിട്ട് മറവ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മലപ്പുറത്ത് അലക്കുകാരൻ അബു എന്നൊരാളുണ്ടായിരുന്നു അത്ര അന്ന്. ഈ അലക്കുകാരൻ അബു, ഇത് അൽവിയാക്കൻ്റെ റിവായത്താണ്. അൽവിയാക്ക മരിച്ചിട്ടില്ല, അൽവിയാക്ക ഇപ്പോഴും ഉണ്ട്. അലവിയാക്ക നിങ്ങൾക്കറിയാലോ, അലവിയാക്ക അതിൽ സംഭവത്തിൽ അംഗമായ ഒരാളാണ്. ഇതൊക്കെ ഇവർക്കൊക്കെ അറിയുന്ന സംഭവങ്ങളാണ് ഈ പറയും, ഇവർക്കൊക്കെ അറിയുന്ന സംഭവങ്ങളാണ്. അങ്ങനെ സിഖുകാരൻ MSP ക്യാമ്പിൽ പട്ടാളക്കാരനായ സിഖുകാരൻ ഒരുപാട് കാലം രോഗിയായി, ഒരു മരുന്നും ഭരിച്ചില്ല, മൃതമായി മരിച്ചു എന്നുറപ്പിച്ചു. മരിച്ചു, കുഴി തോണ്ടി മറവ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അലക്കാരൻ അബു പറഞ്ഞത്രേ, പൂക്കോയത്തങ്ങളപ്പാൻ്റെ അടുത്തും കൂടി ഒന്ന് കൊണ്ടുപോകായിരുന്നു. MSPക്കാരെ വണ്ടിയിൽ മരിച്ച മയ്യത്ത് കട്ടിലാക്കി കൊണ്ടുവന്നു പൂക്കോയത്തങ്ങളപ്പാൻ്റെ അടുത്തേക്ക്. അൽവിയാക്ക പൂക്കോയത്തങ്ങളപ്പായോട് അലവിയാക്കനോട് പൂക്കോയത്തങ്ങളപ്പാപ്പ പറഞ്ഞു, അൽവിയെ കുറച്ച് വെള്ളം എടുക്കാൻ. വെള്ളം എടുത്തു, കൊണ്ടുവന്നു. ആ വെള്ളം ഞാനാണ് കൊണ്ടേ കൊടുത്തത് അൽവിയാക്ക ഇന്ന് ഓർക്കുന്നു. ആ വെള്ളത്തിലൊന്ന് മന്ത്രിച്ചൂരി, മുഖത്തേക്ക് തരും, മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. മുഖത്തേക്ക് തെളിച്ചു. അരമണിക്കൂർ മുഖം അങ്ങോട്ട് പ്രസന്നമായി. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കണ്ണു തുറന്നു. 1 മണിക്കൂറിൻ്റെ എണീറ്റ് ഒപ്പം നടന്നുപോയി. ഈ സിഖുകാരൻ്റെ കുടുംബം ഈ അടുത്ത് വരെ പാണക്കാട്ട് വന്നിരുന്നു. സിഖുകാര് അവരുടെ തലപ്പ വഴിക്കാറില്ല, പാണക്കാട്ട് വരുമ്പോൾ മാത്രം തലപ്പ വഴിക്കുന്നു. അൽവിയാക്കാൻ്റെ റിപ്പോർട്ട്. രാജ്യത്ത് തലപ്പ വഴിക്കാതിരിക്കാൻ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഏത് കോടതിയിലും തലയെക്കെട്ട് അഴിക്കാതിരിക്കാൻ ഇന്ത്യൻ സർക്കാരിന് അനുമതിയുള്ളവരാണ്. അവർ പാണക്കാട്ട് വന്നാൽ തലയെക്കെട്ട് അഴിക്കും. കാരണം അവരെ അച്ഛനെ രക്ഷപ്പെടുത്തിയത് ഇപ്പോഴും ആ കുടുംബത്തോട് വന്നിട്ടുണ്ട്. ചിന്തിക്കണം, തമാശ പറയല്ല. അവർ നമ്മൾ എങ്ങനെ ഇവരെ നുത്ഫത്തിന്റെ ഉള്ളിലാ, നമ്മളൊന്നും പോലല്ല. ഇവരെ നുത്ഫത്തിന്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളുകൾ കയറിയതാ. അങ്ങനെയുണ്ട്. ആദ്യ മൂല്യരും ഓതി മൂല്യരും ഉണ്ട്, 2 മൂല്യരുണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ പറയും, പഴമക്കാർ പറയും ആദ്യ മൂല്യര് ഓതി മൂല്യര് എന്ന് പറയും. ഇത് ആദ്യം തന്നെ നുത്ഫത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല ചില കഴിവ് കൊടുത്തവരാ. അതുകൊണ്ടാണ് അവർക്ക് പോയിട്ട് LLB പഠിക്കേണ്ടതില്ല. LLB പഠിച്ചവൻ വളഞ്ഞു കുത്തിയിട്ട് തീരുമാനിക്കാൻ കഴിയാത്ത കാര്യം ആലോചിക്കാതെ മിനിറ്റ് കൊണ്ട് അവർക്ക് സെക്കൻഡോട് പറയാൻ കഴിയും. അത് നുത്ഫത്തിന്റെ ഉള്ളിലുള്ള ഹിക്മത്താണ്. ഹിക്മത്ത് യുതിൽ ഹിക്മത മയശാ വമൻ യുതൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യذكറു ഇല്ലാ ഉലുൽ അൽബാബ്. അല്ലാഹുവാണ് ദാനമായി കൊടുക്കുക. വിശദീകരിക്കുന്നില്ല, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. 12 കൊല്ലമായി സംസാരിക്കാത്ത ഒരാൾ പാണക്കാട്ട് കൊണ്ടുവന്നു. വെള്ളം മന്ത്രിച്ചു കൊടുത്തു. പാണക്കാട് തങ്ങൾ വാപ്പ വെള്ളം മന്ത്രിച്ചു കൊടുത്തു. പിന്നെ എന്തോ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. പിന്നെ ചോദിച്ചു, പിന്നെയും പറഞ്ഞു. പിന്നെ അയാൾ വർത്താനം തന്നെ നിർത്തിയില്ല, അതിനെ കൊണ്ടുവന്നവർ കുടുങ്ങി. അങ്ങനെ അൽവിയാക്കാരൻ 12 അങ്ങനെയാണ്. അതാണ് അൽവിയാക്കാരൻ്റെ റിപ്പോർട്ട്. പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് പോയി. പിന്നെ വല്ല വർത്താനം കൊണ്ട് കൊണ്ടുവന്നവർ കുടുങ്ങിപ്പോയി. പിന്നെ നിർത്തിയതന്നല്ലേ വർത്താനം. 12 കൊല്ലമായിട്ട് വർത്തമാനം പറയാത്ത ആൾ. ഇതിനൊക്കെ ഇന്ന് സാക്ഷികളുണ്ട്, ഇതൊക്കെ ഇന്ന് സാക്ഷികളുണ്ട്. അലാ ഇന്ന ഹുലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. നമുക്കൊരു ഹബിലുണ്ട്, ഉറപ്പിച്ചോളി. നമുക്കൊരു കയറുണ്ടല്ലോ. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദമി. മൗലായ, ആ വാക്കിനെ വല്ലാതെ കരയിപ്പിക്കണ ഒരു വാക്കാ, അത് വല്ലാത്തൊരു വാക്കാ. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദമി. മുസ്ലിമീങ്ങളെ, നമുക്കൊരു തൂണുണ്ട്. ആ തൂണ് ഒരിക്കലും പൊളിഞ്ഞു വീഴുകയില്ല. ആരാണ് ആ തൂണ്? അൻ-നബിയ്യു മുഹമ്മദുൻ. അതന്നെയാണ് ആ കുട്ടികൾ, പൊളിഞ്ഞു വിടാത്ത തൂണ. ബുശ്റാ ലനാ, നമുക്ക് സന്തോഷമല്ലോ എന്ന് പറയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി ഞാൻ പറയുന്നില്ല, പൂക്കോയത്തങ്ങളപ്പുറം കറാമത്താണ് പറഞ്ഞാൽ തീരാത്ത കറാമത്തുണ്ട്. എത്രയോ ആളുകൾ മുദ്രാവാക്യം
പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ പാപ്പാക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ തങ്ങൾക്കാപ്പാക്കൊക്കെ ആരോ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്ന് ആരോ വന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളാ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ വിളിച്ച് അങ്ങനെ അന്നോട്ടെ എന്ന്. പിന്നെ അങ്ങനെ തന്നെ ഉണ്ടായി. പിന്നെ എന്നും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് മുദ്രാവാക്യം കഴിഞ്ഞില്ല. പിന്നെ മൂപ്പർക്ക് മുദ്രാവാക്യം തന്നെ. പിന്നെ അവസാനം തങ്ങളാപ്പാൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നു. തങ്ങളാപ്പ വെള്ളം പന്തിരിച്ചു കൊടുത്തു. അങ്ങനെ മുദ്രാവാക്യം നിന്നത്. തങ്ങളാപ്പയെ ഒരാൾ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞു നിന്ദനായി മരിച്ചത് എന്നോട് IP മാഷ് ഒരിക്കൽ തിരൂരിൽ വെച്ച് പറഞ്ഞിട്ട്, ഒരു താനൂരിക്കാരൻ. അതിന് മറുപടി പറയാൻ വേണ്ടി മുസ്ലിം ലീഗ് സമ്മേളനം ഉണ്ടാക്കി. കാട്ടിയം പറയല്ല, കാട്ടിയവും നമ്മളെ ഭാഗമായതുകൊണ്ട് അത് പറയുന്നതിൽ വിരോധവും ഇല്ല. അങ്ങനെ എൻ്റെ വിശ്വാസം. ചിന്തിക്കാം. താനൂരിൽ മുസ്ലിം ലീഗ് പൂക്കോയത്തങ്ങൾ പാപ്പയെ ഒരാൾ വിമർശിച്ചു, പ്രസംഗിച്ചു. അതിന് മറുപടി പറയാൻ വേണ്ടി മുസ്ലിം ലീഗ് സമ്മേളനം ഉണ്ടാക്കി. പൂക്കോയത്തങ്ങൾ പാപ്പയെ പോയില്ല. തങ്ങൾ പാപ്പ വന്നിട്ട് സ്റ്റേജ് കയറിയിട്ട് ദുആ കഴിഞ്ഞ ഉടനെ സ്വാഗത പ്രസംഗകൻ ക്ഷണിക്കലിന് മുമ്പ് എണീറ്റ് കരഞ്ഞു. ഇന്നെ പറഞ്ഞോട്ടെ, ഞാൻ അയൽക്കാരൻ തങ്ങളാണ്. ഇന്നെ പറഞ്ഞോട്ടെ, ഞാൻ കൊയിലാണ്ടിയിലെ അയൽക്കാരനാണ്. ഇന്നെ പറഞ്ഞോട്ടെ, എൻ്റെ പൂക്കോയക്കുട്ടിയെ പറഞ്ഞാൽ ഞാൻ സഹിക്കൂല എന്ന് പറഞ്ഞ് കരഞ്ഞു. ആര് കരഞ്ഞു? തങ്ങൾ കരഞ്ഞു. ഇന്നെ പറഞ്ഞോട്ടെ, ഞാൻ അയൽക്കാരൻ തങ്ങളാണ്, എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ പൂക്കോയക്കുട്ടിയെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ് പ്രസംഗിച്ചാൽ നിന്ദനായി മരിച്ചു എന്ന് ഈ കൊല്ലം മരിച്ച IP മാഷ് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ട്. നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അവരെ വിഷം വാങ്ങിച്ചാൽ പിന്നെ നമ്മളത് കൂട്ടുന്നു. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ബഹുമാനപ്പെട്ടവർ അറസ്റ്റ് ചെയ്തിട്ട് എന്തുണ്ടായി? വലിയ ചരിത്രം. ഹുസൈനായത്തെ കോയത്തങ്ങളെ പോലെ രാജ്യത്തിന്റെ മുഴുവനും കാര്യത്തിൽ പങ്കായിരുന്നു അവിടുത്തെ മകനായ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ. മലബാർ ആക്ഷൻ കാലത്ത്, ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പട്ടേലിന്റെ കൽപ്പനയാൽ ചില പോലീസുകാർ നിരനായാട്ട് നടത്തി. പൂക്കോയത്തങ്ങൾ പാപ്പയെ അറസ്റ്റ് ചെയ്ത് വലിയ ചർച്ചയാണ്. സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് റൗഡികളെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം. ഇതിനടിസ്ഥാനത്തിൽ കാരാഗ്രഹം ഭയന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പലരും രാജിവെച്ചു. അന്നത്തെ മലബാറിന്റെ ഭാഗമായിരുന്ന വള്ളുവനാട് താലൂക്ക് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KP മുഹമ്മദ് മണ്ണാർക്കാട് മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചു. വാർത്ത പത്രങ്ങളിൽ നൽകാൻ രാജിവെച്ചവർ പരക്കം പാഞ്ഞു. എന്നാൽ PMSA പൂക്കോയത്തങ്ങൾ, സയ്യിദ് റഹ്മാൻ ബാഫക്കത്തങ്ങൾ പോലെയുള്ള നേതാക്കൾ ലീഗിൽ പാറ പോലെ ഉറച്ചു നിന്നു. മുസ്ലിം ലീഗിന്റെ അനിവാര്യത ബോധ്യപ്പെട്ട ആ മഹത്തുക്കൾക്ക് കാരാഗ്രഹം അറസ്റ്റും ഒന്നുമല്ലായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് മുസ്ലിം ലീഗിനെ പരിപോഷിപ്പിക്കലായിരുന്നു പൂക്കോയത്തങ്ങളുടെയും ബാഫക്കത്തങ്ങളുടെയും ലക്ഷ്യം. ചരിത്രം വഹിക്കാനൊന്നും വിചാരിക്കരുത്. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ബാഫക്കത്തങ്ങളുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചു. മദ്രാശി IG മുസ്ലിം ലീഗുകാർ റൗഡികളാണെന്ന് പറഞ്ഞു സത്യവിരുദ്ധമായ റിപ്പോർട്ടിന്റെ പേരിൽ മഹാനായ പൂക്കോയത്തങ്ങളെയും വെറുതെ വിടാൻ അധികാരികൾ തയ്യാറായില്ല. ഹൈദരാബാദ് ആക്ഷൻ കാലം ഒരു ശനിയാഴ്ച പുലർച്ചെയാണ് പാണക്കാട് വന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അറസ്റ്റ് ചെയ്തു. മലപ്പുറത്തേക്ക് കൊണ്ടുപോയി, പിന്നെ മഞ്ചേരിയിൽ കൊണ്ടുപോയി. മഞ്ചേരി ജയിലിന്റെ മുന്നാകെ വലിയ ഒരു വാർത്തയാണ്, ഞാൻ വായിച്ചെത്തിയില്ല. ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ മടങ്ങിപ്പോയിക്കോളൂ, അള്ളാന്റെ കള്ളാഹ് ഇതിലൊരു ഹൈറുണ്ടാവും, മടങ്ങിപ്പോയിക്കോളൂ നിർബന്ധിച്ച ആളുകളെ മടക്കി. ഹൈറുണ്ടായി. ഇന്ത്യ ഹൈറുണ്ടായത് കോഴിക്കോട് ജയിലിൽ പാർപ്പിച്ചു. ആ ജയിലിലുള്ളവരൊക്കെ സ്വാലിഹായി. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ 2 ആഴ്ച ജയിലിൽ നിർത്തിയപ്പോഴത്തേന് വിട്ടു. കാരണം ഇങ്ങനെ മനുഷ്യന്മാർ നന്നാവുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് ജയിലിലുള്ളവരൊക്കെ സാലിഹായി. പൂക്കോയത്തങ്ങളപ്പോൾ 2 ആഴ്ച ജയിലിൽ കിടന്നപ്പോൾ 2 ആഴ്ച കൊണ്ട് ജയിലിലുള്ളവരൊക്കെ എല്ലാവരും സാലിഹായി. 2 ആഴ്ച കൊണ്ട് വെറുതെ വിട്ടു. ചിന്തിക്കണം, ആരാണ് മനസ്സിലാക്കണം എന്ന് കിട്ടുന്നില്ല. അവരെ മകനാണ് മഹാനായ 1936 ജനിച്ച മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുതങ്ങൾ. തങ്ങളെ പ്രത്യേകത എന്താ? തങ്ങളെ പ്രത്യേകത 100 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ എല്ലാം ഇങ്ങനെ തികഞ്ഞ ഒരാളെ എൻ്റെ ചരിത്രാന്വേഷണത്തിൽ കണ്ടിട്ടില്ല. ഇനി ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. വിരോധമല്ല, ഒരു ചരിത്രാന്വേഷണമാണ്. ഞാൻ കണ്ടതിനപ്പുറം കണ്ടവരാണ് കൂടുതൽ ആളുകൾ. ഞാൻ അത്ര കൂടുതലൊന്നും കണ്ടിട്ടില്ല. എന്നാലും 100 കൊല്ലത്തിനിടയിൽ മുഹമ്മദ് അലി ശിഹാബിനെ പോലെ എല്ലാം തികഞ്ഞ, ഇത് ഉള്ളതൊക്കെ തികഞ്ഞ ഒരാളെ, ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നതൊക്കെ തികഞ്ഞ ഒരൊറ്റ വ്യക്തിയെ 100 കൊല്ലത്തിനിടയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ ഏഷ്യൻ രാജ്യം എന്ന് പറയാൻ കാരണം? ഏഷ്യക്ക് പുറത്ത് ചരിത്രമില്ല എന്നാണ് ചരിത്രം. ഏഷ്യയാണ് ചരിത്രത്തിന്റെ മണ്ണ്. 4 വേദഗ്രന്ഥങ്ങളും ഏഷ്യയിലാണ്. 95% പ്രവാചകന്മാരും ഏഷ്യയിലാണ്. എല്ലാം ഏഷ്യയിലാണ്.
യൂറോപ്പിൽ പോയ ദുൽഖർനൈൻ നബിയാണെന്ന് സംശയം. എന്താണെങ്കിലും അടുത്ത കാലത്തൊന്നും ഇവർക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് മടങ്ങിയെന്ന് അൽക്കൗഫിലുണ്ട്. യൂറോപ്പിലേക്ക് പോയ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു നബി അല്ല. യൂറോപ്പിൽ ഒരു നബി, ഒരു സംസ്കൃത പ്രവർത്തനം, ഒരു സിവിലൈസേഷൻ നടന്നിട്ടുണ്ടാവില്ല എന്നൊന്നുമില്ല. പക്ഷേ ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രമൊന്നും അവിടെ ഇല്ല. ലോകത്തെ ചരിത്രം, ഏഷ്യയുടെ ചരിത്രം, ഇനി ചരിത്ര കുതികളായ വിദ്യാർത്ഥികൾക്ക് അന്വേഷിക്കാം. നിങ്ങളെ കുറച്ചാളുകൾ രാഷ്ട്രീയക്കാരനായി കണ്ട്, കുറച്ചാളുകൾ കാളിയായിട്ട് കണ്ട്, കുറച്ചാളുകൾ രാഷ്ട്രീയ നേതാവോ ആത്മീയ നേതാവോ ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി ചർച്ച ചെയ്ത് സമയം കളഞ്ഞു. ഇതെന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാം വിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒരാൾ എല്ലാ ദിവസവും അരി വാങ്ങിപ്പോരുന്നുവെങ്കിൽ അതാണ് നമ്മളും ശഹാബുദങ്ങളും തമ്മിലുള്ള ബന്ധം. എല്ലാം വിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്, എന്നും ഒരാൾ അതിൽ പോയിട്ട് അരി വാങ്ങിപ്പോരും എന്നതുപോലെയാണ് നമ്മൾ ശഹാബുദങ്ങൾ മനസ്സിലാക്കിയത്. അതേ സൂപ്പർ മാർക്കറ്റിൽ നല്ല ഫിഷ് വിൽക്കുന്നുണ്ട്, അത് ഇയാൾ കണ്ടിട്ടില്ല. അതേ സൂപ്പർ മാർക്കറ്റിൽ നല്ല പെർഫ്യൂം വിൽക്കുന്നുണ്ട്, അത് ഇയാൾ കണ്ടിട്ടില്ല. അതേ സൂപ്പർ മാർക്കറ്റിൽ നല്ല ഇറ്റാലിയൻ ഷൂ വിൽക്കുന്നുണ്ട്, അത് ഇയാൾ കണ്ടിട്ടില്ല. അതേ സൂപ്പർ മാർക്കറ്റിൽ നല്ല സൂട്ട് വിൽക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് ഇയാൾ പോയിട്ടേ ഇല്ല. വലിയ ഷോപ്പിംഗ് മാള്, ഇയാൾ എന്നും അരി വാങ്ങിപ്പോന്നാൽ ഇയാൾക്കത് അരിപ്പീടികയാണ്. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ നേതാവ്, കുറച്ചാളുകൾക്ക് കാളി. ഈ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ല. 100 കൊല്ലത്തിൽ ഒരാൾ വരും അഹ്ലു ബൈത്തിൽ നിന്ന്. യബ്അസുല്ലാഹു ഫീ റഅസി കുല്ലി മിഅ റജുലൻ മിൻ അഹ്ലി ബൈതി യുജദ്ദിലു ലഹും ദീനഹും എന്ന ഹബീബായ റസൂലുള്ളാഹ്. 100 കൊല്ലത്തിൽ ഒരാൾ വന്നേ മതിയോ? എന്താ അയാൾ ചെയ്യേണ്ടത്? യുസ്ലിഹുന്നാസ ഫീ ഉമൂരി ദുനിയാ വൽ ആഖിറ. ദുനിയാവിയും ഉഖ്റവിയുമായ കാര്യത്തിൽ പരിവർത്തനം കൊണ്ടുവരും. എന്റെ തങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ശരിയായില്ല, ചില ആളുകളുടെ അഭിപ്രായം. എടാ, തങ്ങളായാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങും. മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന തന്നെ റബ്ബന ആതിന. ഏതെങ്കിലും തങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് ആ തങ്ങളുടെ കഴിവ് കേടാണ്, കഴിവല്ല. കഴിവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങലാണ്. സംശയമുള്ളവർക്ക് ചോദിക്കാം. വലോ വഹദി, ഞാൻ പഠിച്ച പാഠാണ്, ഇത് വെറുതെ പറയല്ല. മുജദ്ദിദ് വരും. എടോ, അവസാനത്തെ മുജദ്ദിദ് രാഷ്ട്രീയക്കാരനല്ലേ? വിഡ്ഢിയെ പോലെ സംസാരിക്കാം. അവസാനത്തെ തങ്ങൾ രാഷ്ട്രീയക്കാരനല്ലേ? സയ്യിദുന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു റുക്നുൽ യമാനിയുടെ. ഇനി മേലാൽ ആ പോട്ടത്തരം വിളിച്ച് പറയുന്നത്. എന്നാലും തങ്ങന്മാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ല. എന്താ ഈ പറയുന്നത്? അത് നമ്മളും പറയുന്നു. തങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ അവർക്ക് നിർബന്ധ, ഷർത്തുല്ല പോലെ. ഇതൊന്നാം ഷർത്താ. കണ്ണിങ്ങനെ എടുത്തിട്ട് ഇന്നെ നോക്കിയിട്ട് പേടിപ്പിക്കണ്ട. പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാം. അത് ഷർത്തുല്ല പോലെ. എന്തുകൊണ്ട്? റുക്നുൽ യമാനിയുടെയും റുക്നുൽ ഹജറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിരുന്ന് ബൈഅത്ത് സ്വീകരിക്കും അവസാനത്തെ മുജദ്ദിദായ മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഒരു രാത്രി ബൈഅത്ത് സ്വീകരിക്കും. 2 നാട്ടുകാരാണ് ആദ്യം ബൈഅത്ത് ചെയ്യുക, മദീനക്കാരും യമൻ ഇറാഖികളും. ആ ബൈഅത്ത് കഴിഞ്ഞാൽ എന്താ ബൈഅത്ത്? മോഷ്ടിക്കരുത്, കളവ് പറയരുത്, കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത്, നിസ്കരിക്കണം, നോമ്പ് വെൽക്കണം, സാലിയാണം, സാദിഖാകണം, ഇതൊക്കെ പറഞ്ഞ് ബൈഅത്ത് സ്വീകരിക്കും. രാത്രി ആ ഉഖ്റവിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബൈഅത്ത് സ്വീകരിക്കും മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു. എവിടെ? അന്ത്യനാളിൽ അവസാനത്തെ തങ്ങളാണ്, മുജദ്ദിദായ അവസാനത്തെ തങ്ങളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പോലും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാകുന്നു. ആദ്യം ബൈഅത്ത് സ്വീകരിക്കും. റുക്നുൽ യമാനിയുടെയും റുക്നുൽ ഹജറിന്റെയും ഇടയിൽ ഇരുന്നിട്ട് ബൈഅത്ത് സ്വീകരിക്കും. നേരം വെളുത്താൽ എന്ത് ചെയ്യും? നേരെ ജൂത രാഷ്ട്രീയത്തെ തകർക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് പുറപ്പെടും. പിറ്റേന്ന് രാവിലെ, തലേന്ന് ആഖിറത്തിൽ ബൈഅത്ത് ചെയ്യും. പിറ്റേന്ന് രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക മാറ്റത്തിന് വേണ്ടി ജനങ്ങളെയും കൂട്ടി യൂറോപ്പ്. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? തങ്ങളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നു. വിഡ്ഢിയായി സംസാരിക്കാൻ, വിഡ്ഢിത്തരം. പഠിച്ചാലും വിഡ്ഢിത്തരെ പറയൂന്ന് നടക്കുന്നവരുണ്ട്. അതോ പഠിക്കാതെ പഠിച്ചുകൊണ്ട് പറയലാണോ? അല്ലാഹു അഅലം. ഏതായാലും ഇനി പറയരുത്. ഇത് ഷർത്തുൽ അവ്വല. 1. രണ്ടാമതായി, മുർസലീങ്ങൾക്കുള്ള 3 കഴിവുകൾ അവരിൽ ഉണ്ടാവും. മുർസലീങ്ങൾക്കുള്ള 3 കഴിവും ഉരുപ്പടി ഉണ്ടാവും. എന്താ? മുജദ്ദിദിന് 3 കഴിവുണ്ടാവണം. അപ്പോൾ മുർസലാണോ? അല്ല, മുർസലൊന്നല്ല. മുജദ്ദിദിന് മുർസലൊന്നും ആവണ്ടയില്ല. പക്ഷേ ആലിമ്യങ്ങൾ, സാധാരണ ആലിമ്യങ്ങൾ നബിമാർക്ക് ഈക്വല. അപ്പോൾ പിന്നെ മുജദ്ദിദ് മുർസലിന് ഈക്വല എന്നൊരു വിഷയമല്ല. ഈ മുജദ്ദിദ് മുഹമ്മദ് നബിയുടെ തഹ്തില സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
قد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس. മുജ്ജഹിദീങ്ങൾക്ക് 3 കഴിവുണ്ടാകണം. മുർസലീങ്ങളുടെ കഴിവ് ഒന്ന്, വഅൻസൽനാ മഅഹുൽ കിതാബ്, അവർക്ക് നിറഞ്ഞ വിജ്ഞാനം ഉണ്ടാകണം. കിതാബ് എന്നാൽ വിജ്ഞാനം. ഞാൻ പറയട്ടെ, ഈ കസേരയിൽ ഇരുന്നവരിൽ 100 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ ഒരു വിജ്ഞാനം ഉണ്ടായിട്ടില്ല. ഭയങ്കര വിജ്ഞാനം. മുജ്ജഹിദിന്റെ മറ്റൊരു പ്രത്യേകത, അവർക്ക് മുത്തറജിം ഇല്ലാതിരിക്കും. ലോകത്തെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരുമായും മുത്തറജിമില്ലാതെ സംസാരിക്കും. അഗാധമായ പാണ്ഡിത്യം ഈ കസേര. അപ്പോൾ പിന്നെ ബാപ്പയേക്കാൾ മഹാനാണ്, ബാപ്പയേക്കാൾ മകൻ മഹാനാവുന്നതിൽ എന്ത് വിരോധമുള്ളത്? ബാപ്പയല്ലേ സയ്യിദുനാ ഇബ്രാഹിം, മകനല്ലേ സയ്യിദുനാ മുഹമ്മദ്. ഫഹുവ അഫ്ളലു മിൻ ബികസീരി മിൻ ഇബ്രാഹിം ഫഇന്നഹു ദഅലി മുഹമ്മദിൻ ഫഖാല ഇന്ന അന ദഅവതു അബി ഇബ്രാഹിം. ഞാൻ എൻ്റെ ബാപ്പയുടെ ദുആഇന്റെ ഫലമാണെന്ന് മകൻ പറയുന്നുണ്ട്. എന്നിട്ടും ബാപ്പയേക്കാൾ മഹാനാണ് ആര്? മകൻ. ഈ ദിക്കേറും കടന്ന് ബാപ്പമാരുടെ അപ്പുറത്തിന്റെ അപ്പുറം പോയ ആ കുടുംബത്തിലെ ഈ 100 കൊല്ലത്തിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ആൾ മഹാനായ സയ്യിദ് മുഹമ്മദ് ഷിഹാബാണ്. സംശയം വേണ്ട. പിന്നെ അടുത്തിരിക്കുമ്പോൾ വില നമ്മൾ അറിയൂല. എന്താണ് മനുഷ്യന്റെ വിജ്ഞാനം? ഭയങ്കര. ഇത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസയുടെ അൽ ഹഖായിഖ് ഫി തസവ്വുഫ് എന്ന ഗ്രന്ഥത്തിന്റെ പരിഭാഷയാണ്. ബഹൗദ്ദീൻ നദ്വിയാണ് ഇത് പരിഭാഷ ചെയ്തിട്ടുള്ളത്. ഈ പരിഭാഷയ്ക്ക് ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. പൊതുവെ പരിഭാഷകൾ ഞാൻ വായിക്കാറില്ല, എനിക്ക് താല്പര്യമില്ല. ഇതിൻ്റെ ആമുഖം കണ്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി. നോക്കുമ്പോൾ മുഹമ്മദ് ഷിഹാബ് എഴുതി. എന്താണ് ഈ മനുഷ്യന്റെ വിവരം? ഞാൻ ബഹൗദ്ദീൻ നദ്വിയോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഈ മനുഷ്യന്റെ ആമുഖം കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, മുനവ്വർ ഷിഹാബ് തങ്ങളെ കോലാമരോൽപൂർ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ചേർക്കാൻ വേണ്ടി പോയപ്പോൾ തങ്ങൾക്കൊരു ഒഴിവ് കിട്ടി. അങ്ങനെ മലേഷ്യയിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന് എഴുതിയതാണ്. എന്താ പറയുന്നത്? പറഞ്ഞത് തിരിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് നട്ടം തിരിയണം. അല്ല, എന്താ പറയുന്ന വിജ്ഞാനം! ഭയങ്കര. തസവുഫ് ഇസ്ലാമിന് പുറത്താണെന്നുള്ള വാദഗതികൾ ഉന്നയിക്കപ്പെടാറുണ്ട്. എന്നാൽ തസവുഫിനെ ഇല്ലാതെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടില്ലെന്ന് തിരിച്ചറിയാൻ വൈകിയിരിക്കുന്നു. തസവുഫിനെതിരെ ഈ വാദഗതികളുടെ പരാമർശങ്ങൾ ഉന്നയിക്കുന്നവർ അതിനെ മനസ്സിലാക്കണം. പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ഫിഖ്ഹും അഖീദയും തസവുഫും ദീനിൽ കടത്തിക്കുട്ടിയ പുതിയ വാദങ്ങളൊന്നുമല്ല. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിത്തട്ടിലാണ് അവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ ഉൾക്കാഴ്ചയോടെയുള്ള ഖുർആൻ ഹദീസ് ഉദ്ധരണികളാണ്. ഖുർആനും ഹദീസും മതിയെന്ന് ഉദ്ഘോഷിക്കുന്നവർ അവയെ മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉപയോഗിക്കാനുമുള്ള ഉപാധികളെയും ആയുധങ്ങളെയും തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം തജ്ദീദി സംരംഭങ്ങളില്ലായിരുന്നെങ്കിൽ ഖുർആനും ഹദീസും ഭദ്രമായി നിലനിൽക്കുകയില്ലായിരുന്നുവെന്നും അള്ളാഹു അവയുടെ സംരക്ഷണത്തിന് തയ്യാർ തന്നതാണ് മേൽപ്പറഞ്ഞ സംരംഭങ്ങളെന്നും നാം മനസ്സിലാക്കണം. അതിന് എളിയ ബുദ്ധി മതി. മറിച്ചാണെങ്കിൽ അതിന് പിന്നിൽ ഭൗതികമായ ചില താല്പര്യങ്ങൾ എന്ന് വ്യക്തമാണ്. ഇസ്ലാമിന് ആന്തരികമായും ബാഹ്യമായും മാനങ്ങളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ചക്രവാളങ്ങൾ കീഴടക്കി മുന്നേറും പോലെ, സാമ്പത്തിക രംഗത്ത് സമഗ്രമായ പുരോഗതി ഒരുക്കും പോലെ വ്യക്തികൾക്ക് അവരുടെ ആത്മീയ മണ്ഡലങ്ങളിലൂടെ ഒരു വികാസം സാധ്യമാണ്. ഈ പ്രപഞ്ചത്തെ നമ്മുടെ പരിമിതമായ കണ്ണിന്റെ ശേഷികൾക്കകത്ത് ഒതുക്കരുത്. അത് ഒരു ഭീമമായ അബദ്ധമാണ്. മൈക്രോസ്കോപ്പുകൾ വെക്കുന്നതിനനുസരിച്ച് നമുക്ക് വെളിപ്പെട്ട് കിടക്കുന്ന ലോകങ്ങൾ എത്രയാണ്! ഹൃദയം തുറന്ന് ഏകാഗ്രതയിലൂടെ ധ്യാനത്തിലൂടെ ദശാബ്ദങ്ങൾ കൊണ്ട് മാനസിക വികാസം നേടിയെടുത്തവർ ഇങ്ങനെ പലയിടത്തും എത്തിപ്പെടുകയാണ്. സൂഫികളെ പറ്റിയായി പറയുന്നത്. അതിനെ പക്വതയുടെ ആഴത്തിലറിഞ്ഞ് വിലയിരുത്താൻ എതിർചേരി സന്നദ്ധമാകേണ്ടതുണ്ട്. അർത്ഥശൂന്യമായ വിമർശനങ്ങൾ നമുക്കൊരു നേട്ടവും ഉണ്ടാക്കുകയില്ല. എന്നാൽ വിമർശകർക്ക് ഭാവിയിൽ അതൊരു ശാപമായി ഭവിക്കുകയും ചെയ്യും. എന്താ പറയുന്നത്? ഈ ആശയം തന്നെ വളരെ ബൃഹത്താണ്. എന്താ പറയുന്നത്? വല്ലാത്ത ആശയം, വല്ലാത്ത ആഴം. തസവുഫിനെ കുറിച്ച് സമഗ്രവും ആധുനികവുമായ പഠനങ്ങൾ നടന്നത് ഓറിയന്റലിസ്റ്റുകൾ വഴിയത്രേ. അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം രചനകൾ നിർവഹിക്കുകയുണ്ടായി. പ്രാചീന ഗ്രീക്ക്, ഇന്ത്യൻ ഫിലോസഫികൾ അഥവാ അദ്വൈതം, നിയോപ്ലാറ്റോണിസം തുടങ്ങിയവയിൽ നിന്ന് ഇസ്ലാം കടം കൊണ്ടതാണെന്ന് തസവുഫ് എന്ന പാഠം അവർ അഭ്യസിപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിൽ വളർന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ നല്ല അളവിൽ ഈ ദർശനങ്ങൾ സ്വാധീനിക്കുകയും ചെയ്തു. സത്യത്തിൽ എന്തിനാണ് സ്ഥിതി? മുഹമ്മദ് നബിയുടെ ആഗമനത്തിന് മുമ്പും പിമ്പും ഇസ്ലാമിക ചിന്തയുണ്ടായിട്ടുണ്ട്. ആധ്യാത്മിക ചിന്ത നല്ല അളവിൽ നൽകപ്പെട്ട പ്രവാചക സമൂഹങ്ങളുണ്ട്. തൗഹീദിന്റെ സുവ്യക്തമായ വഴിയിൽ വെളിച്ചം നൽകപ്പെട്ട ദർശനങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ കോപ്പിയടി ഉണ്ടായിട്ടില്ല. വലിയ ആഴാണ് ഞാൻ പറയുന്നില്ല. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. കാരണം നമ്മളെ തലേ കയറണം. നമ്മൾ മുമ്പ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസംഗിക്കാൻ എണീറ്റുന്നപ്പോൾ
ഒരാളും സദസ്സിലുണ്ടായില്ല, എല്ലാവരും കടല കുടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് വെയിലിത്തറ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും മടങ്ങി വന്നു. അപ്പോൾ വെയിലിത്തറ പയ്യന്നൂരിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ വെയിലിത്തറ പറഞ്ഞത്രേ, ആലിമിന്റെ പ്രസംഗം ആലിമിനെ മനസ്സിലാകൂ, അതുകൊണ്ട് ഒരാൾ ഇവിടെ ഉണ്ടായില്ല. പിന്നെ ജാഹിലിന്റെ പ്രസംഗം ആയതുകൊണ്ട് എൻ്റെ ആളുകളൊക്കെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആയിന്ന് തലാട്ടിയിട്ട് കാര്യമല്ല, ഇത് മനസ്സിലാവില്ല. അതിനാ മനുഷ്യനാവണം. ഇത് വല്ല താഴ ഹല്ലാജിനെ കൊന്ന കഥ പറയുന്നുണ്ട്. പിന്നെ ലാ മൗജൂദ ഇല്ലല്ല പറയുന്നുണ്ട്. എന്തൊരു ആഴാണ് ഈ പറയുന്നത് മുഴുവൻ. رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. വിജ്ഞാനമുണ്ടായിരുന്നു, നിറഞ്ഞ വിജ്ഞാനം. ലോകത്തെ മുജദ്ദിദിന്റെ വലിയൊരു കഴിവത, അവർ മുത്തറച്ചുമില്ലാതെ സംസാരിക്കും. ഒരാളോട് സംസാരിക്കാൻ അഗാധമായ വിജ്ഞാനം ഉണ്ടാവും, അഗാധമായ ഭാഷ ഉണ്ടാവും. നീട്ടുന്നില്ല, ചിന്തിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, വളരെ ചിന്തിക്കണം. നിങ്ങൾ ആ കസേലയിരുന്ന ഒരാളെ പറ്റി ചിന്തിക്കും. രാജീവ് ഗാന്ധിയോട് സംസാരിക്കാൻ, ഹുസൈൻ ബരാബ് ഒബാമയോട് സംസാരിക്കേണ്ടി വന്നാൽ അങ്ങനെ ഒരാളോടും ഒരു മുത്തറജ്ജിമിന് ആവശ്യമില്ല, മനോഹരമായ ഇംഗ്ലീഷ് സംസാരിക്കും. ഇതൊരു മുജദ്ദിദിന്റെ കഴിവ്, വല്ലാത്ത കഴിവാണ്. ആണോ അല്ലേ നിങ്ങൾ ചിന്തിക്കും. എനിക്കും നേരത്തെ തന്നെ തോന്നിയിരുന്നത് വലിയ ആളാണ്, നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തങ്ങളെക്കുറിച്ച്. പിന്നെ അന്നത് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? തന്നെക്കുറിച്ച് ഒരാൾ പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്ന് രണ്ട് വാക്ക് ഒരാൾ സ്വാഗതം പറഞ്ഞ് കൂട്ടിയാൽ തന്നെ തങ്ങൾ ഒരു വിഷമാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് തങ്ങളുടെ രീതിയല്ല, തങ്ങൾക്കത് ഇഷ്ടമല്ല. അത് ഞാൻ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജീവിതകാലത്ത് എത്ര മഹാന്മാരാണെങ്കിലും അവരെ പുകഴ്ത്തി പറയുന്നത് വല്ലട നന്മയുമില്ല. എന്തുകൊണ്ട്? ഉമറിനെയും റളിയല്ലാഹു അൻഹു, സിദ്ദീഖിനെയും റളിയല്ലാഹു കണ്ടപ്പോൾ അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാക്കി കുറച്ചാൾ പള്ളിയിലുണ്ട്. റസൂലുള്ള പറഞ്ഞു, സ്വർഗ്ഗക്കാരിൽ ബഅദൽ അംബിയാ, അമ്പിയാക്കൾ കഴിഞ്ഞ നേതാക്കൾ രണ്ടാളാണ്. ഫലാ തുഖ്ബിറുഹുമാ, അവരോട് മിണ്ടരുതേ എന്ന് പറഞ്ഞു. ഇവർ രണ്ടാളും മിണ്ടണ്ട, ഇവർ രണ്ടാളാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും മഹാന്മാർ. ഈ ഹദീസ് പിന്നെ സഹാബികൾ റിപ്പോർട്ട് ചെയ്തത് ബഅദ വഫാത്തിഹിമ, അവർ മരിച്ചിട്ടാണ്. എന്നതുപോലെ മുഖസ്തുതിക്ക് വേണ്ടി ശമ്പളം കൊടുത്ത് ആളെ ഇരുത്തിയ വേദിയിൽ തന്നെക്കുറിച്ച് ഒരാൾ മുഖസ്തുതി പറയുന്നത് കേട്ടിട്ട്, താൻ ശമ്പളം കൊടുത്ത ആൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അതേ വേദിയിൽ ഇരുന്നിട്ട് ചിരിച്ച് ചന്ദ്രഹാസം വിളക്കുന്ന ആധുനിക അഭിനവ നേതൃത്വത്തിന്റെ ലോകത്താണ് ഇങ്ങനെയുള്ള മനുഷ്യർ എന്നുകൂടി നാം ചിന്തിക്കണം. എല്ലാവർക്കും കൂടി പെടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ആരെയും ഉൾപ്പെടുത്തി പറഞ്ഞല്ല, അമത വലാവി മത ഒക്കെ കണക്കണം. എല്ലാവർക്കും വേണ്ടി പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വലിയ ആളാണ്, മുമ്പേ തോന്നിയിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, ഇത് വലിയൊരാൾ തന്നെയാണ്. പിന്നെ എപ്പോഴും പറയാൻ കഴിയില്ല, ഇപ്പം പറയാം. 3 ഗുണം ഉണ്ടാവും അവർക്ക് നിറഞ്ഞ വിജ്ഞാനം ഉണ്ടാവും. എന്താണ് ആ മനുഷ്യനെ അറിയാതിരുന്നത്? ആ മനുഷ്യന് സയൻസ് അറിയാമായിരുന്നു, ആ മനുഷ്യനെ ആസ്ട്രോണമി അറിയാമായിരുന്നു, ആ മനുഷ്യനെ തസൗഫ് അറിയാമായിരുന്നു. തസൗഫിലൊക്കെ ബോധജ്ഞാന. നജീബ് മഹ്ഫൂദുമായി ലോകത്തെ സാഹിത്യത്തിൽ നോബൽ സമ്മാനം വാങ്ങിയ നജീബ് മഹ്ഫൂദുമായി ചങ്ങാത്തമുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ പേര് പറയും, മുഹമ്മദ് ഷിഹാബ്. അല്ലാതെ നിങ്ങളൊരാളെ പറയും. ഒരു ജൂഡന്മാർ വരെ വിധി പറയാൻ മുഹമ്മദ് നബിയുടെ എടുത്തുകൊണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പേരക്കുട്ടിക്ക് ആ കഴിവോട് കിട്ടിയെന്നത് ചെറിയ കാര്യമാണ്. കേട്ടോളൂ. ശിവശങ്കറിൻ്റെ പിറവിയിൽ ആഹ്ലാദിച്ചവർ ശിഹാബ് തങ്ങളുടെ വേർപാടിൽ തേങ്ങുന്നു. തിരുനാവായ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബം ആ മഹാന്റെ വേർപാടിൽ തേങ്ങുന്നു. കോൺഗ്രസിൻ്റെ സംഘാടകനും തിരുനാവായ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനുമായ കുറ്റിപ്പുറം രാങ്ങാട്ടിലെ ജി മണികണ്ഠൻ്റെ കുടുംബമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നത്. ഭാര്യ രമണിയിൽ ഒരു കുഞ്ഞിക്കാല് കൊതിച്ച് മണികണ്ഠന് അതൊന്ന് പുലർന്നു കാണുവാൻ 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഒട്ടേറെ ചികിത്സകൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. വഴിപാടും നേർച്ചകളും നേർന്ന് കാത്തിരുന്നു. ഇതിലൊന്നും ഫലം കാണാതെ മാനസികമായി തളർന്ന കുടുംബത്തെ ആഹ്ലാദത്തിലാക്കിയത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് അലി രാങ്ങാട്ടൂരാണ് മണികണ്ഠനെ കുടപ്പനക്കൽ തറവാട്ടിലെത്തിച്ചത്. കുഞ്ഞിനു വേണ്ടി നെടുവീർപ്പിടുന്ന കുടുംബത്തിന്റെ അവലാദികൾ മണികണ്ഠൻ തങ്ങളെ ബോധിപ്പിച്ചു. എല്ലാം തങ്ങൾ കേട്ട തങ്ങൾ അകത്തുപോയി മന്ത്രി ചൂടിയ ചരടുമായി വന്നു. ഇത് ഭാര്യയുടെ ശരീരത്തിൽ കെട്ടിക്കോളൂ, അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് തങ്ങൾ പറഞ്ഞു. എന്നാൽ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ടാകുമോ എന്ന തങ്ങളുടെ ചോദ്യത്തിന് എൻ്റെ വിശ്വാസമാണ് ഭാര്യയ്ക്കുമെന്ന് മണികണ്ഠൻ മറുപടിയും പറഞ്ഞു. എന്നാൽ രക്ഷപ്പെട്ടു എന്ന തങ്ങളുടെ വാക്കിന് 3 മാസത്തിന് ശേഷം ലക്ഷണം കണ്ടു. രമണി ശിവശങ്കർ എന്ന മകന് ജന്മം നൽകുകയായിരുന്നു.
തങ്ങളുടെ പുണ്യത്തിൽ പറഞ്ഞ ശിവശങ്കർ തിരുനാവായ MES ഹൈസ്കൂളിൽ LKG പഠിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു ബാലന് മാത്രമല്ല, ഒരുപാട് മണികണ്ഠന്മാർ. കൊല്ലത്തെ ഒരു ഒന്നുമില്ലാതെ നടന്നിരുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ, ആ നാട്ടിൽ ധനാഢ്യനായ കാര്യം അദ്ദേഹത്തിന് കാണുന്നവരോടൊക്കെ പറയും. അദ്ദേഹത്തിന്റെ വീടുകളിലും ഓഫീസുകളിലും മുഴുവനും തങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. തങ്ങളില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂലായിരുന്നു. തങ്ങൾ പ്രാർത്ഥിച്ചതാ. എത്ര ആളുകൾ തങ്ങൾ വഫാത്തായി. ഇവിടെ ഉണ്ടല്ലോ അവരുടെ മക്കൾ. തൃശ്ശൂർ ജില്ലയിൽ പുന്നയൂരിൽ നിന്നൊരു സ്ത്രീ വന്നു, പൊട്ടിക്കരഞ്ഞു, അലമുറയിട്ട് വാവിട്ട് കരഞ്ഞപ്പോ ചോദിച്ചു എന്തേ പറ്റിയത്. അപ്പോൾ പറഞ്ഞു മുഴുവൻ ഭ്രാന്തായിരുന്നു, ഏത് ചികിത്സയും ഫലിക്കാത്ത ഭ്രാന്തായിരുന്നു. ഇവിടെ വന്നു ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബുൽ അവിടുത്തെ ചെറിയ ഒരു ചികിത്സ നീലും വെള്ളവും അത് കഴിച്ചു. പിന്നെ ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ എത്ര സംഭവം, എത്ര സംഭവം. തൊട്ടത് മുഴുവനും എന്താണോ, എന്ത് തൊട്ടാലും ഏത് കാര്യമാണെങ്കിലും തങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ്. എന്താണെങ്കിലും നിസ്സാരമായ വളരെ ചിന്തിക്കണം. ആയിരക്കണക്കായ ഗണ്ണന പ്രസംഗങ്ങൾ കൊണ്ട് സാധിക്കാത്തത് ഒരു ഗണ്ണന പ്രസംഗവും നടത്താതെ, ഒരു വാദപ്രതിവാദവും നടത്താതെ തന്റെ ജീവിതത്തിൽ കാണിച്ചു. ഇതല്ലേ മുച്ചത്തിര്, ഇതല്ലേ വാദപ്രതിവാദവും ഗണ്ണനവും നടത്തിയവർ യഥാർത്ഥ പന്താവിൽ നിന്ന് അവരുടെ മോശപ്പെട്ട പ്രയോഗങ്ങൾ കൊണ്ട് ആളുകളെ അകറ്റിയപ്പോൾ ഈ മനുഷ്യൻ ഒരു വാദപ്രതിവാദവും നടത്താതെ ലക്ഷക്കണക്കായ മനുഷ്യരെ സൽസരണിയിലേക്ക് കൊണ്ടുവന്നു. ഇതല്ലേ അത്ഭുതം. എല്ലാവരും പുറപ്പുറക്കെ തറവാട്ടിൽ വന്നാൽ ഒരാൾക്കും ഇർത്തക്കബത്തും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് നൂലിന് കുഴപ്പമില്ല, വെള്ളത്തിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ കൂടെ ഉള്ള ഒരാളോട് ഞാൻ ഇന്നലെ പറഞ്ഞു, ജനങ്ങൾക്ക് നൂല് കുടിക്കുക, കെട്ടാനും വെള്ളം മന്ത്രിച്ച് കുടിക്കാനും ഒന്നും പ്രശ്നമല്ല, പിന്നെ കൊടുക്കേണ്ടവർ കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. അവിടെ മാത്രമാണ് തർക്കം എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. വേറെ തർക്കമില്ല. കൊടുക്കേണ്ടവർ കൊടുത്താൽ അത് യൂസുഫ് അലി കേച്ചേരി വരെ. യൂസുഫ് അലി കേച്ചേരി എന്ന കവി ആരാണെന്ന് അറിയാമല്ലോ. കേരളത്തിലെ ഏറ്റവും അതിര് കവിഞ്ഞ ഒരു തരം വിഷ്ണു വിഭാഗത്തിൽപ്പെട്ട ആളാണ് യൂസുഫ് അലി കേച്ചേരി. മാനസിക പ്രയാസമുണ്ടെങ്കിൽ ഇപ്പോൾ വന്നത് തങ്ങളടുത്തേക്കാണ്. തങ്ങളൊക്കെ 1000 ഉറുപ്പിക കൊടുത്തപ്പോൾ ആ നോട്ട് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായാൽ മതി. ഒരാഴ്ച കഴിഞ്ഞോ ആ പ്രശ്നമില്ലാതെയായി. എവിടുന്ന് വന്നു എന്നറിയില്ല. അള്ളാഹുവിന്റെ ഫضل കൊണ്ട്, ഈ മനുഷ്യന്റെ ഒരാശീർവാദം കൊണ്ട് എത്ര കാര്യങ്ങൾ. അതാണ് അള്ളാഹുവിന്റെ ലോകത്ത് നിന്ന് എമ്പാട് പിന്തുണയുണ്ടാവുന്നു. അവർ തൊട്ടത് മുഴുവനും അവർ എണ്ണിയാൽ തീരില്ല. എത്രയോ കാരണം. ഇവിടെ ഇടവണ്ണപ്പാറക്കാരന് താഷ്കന്റ് അബുഹാജി എന്ന ഒരാള് ഇവിടെ ഖാദർ മൊയ്തീന്റെ ഈ ചികിത്സയിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായ ഒരു സംഭവം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഈ എണ്ണവണ്ണപ്പാറ താഷ്കന്റ് അബുഹാജി ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാവാം. ഖാദർ മൊയ്തീൻ മരിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഉണ്ടാവാ ഈ ഇടവണ്ണപ്പാറ അബുഹാജി താഷ്കന്റിന്. ഏതായാലും അബ്ദുഹാജി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി 1.5 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ട് മെഡിക്കൽ കോളേജിൽ ബ്ലോക്കിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഡേറ്റ് ഉറപ്പിച്ചു. തൂക്കിക്കൊല്ലാൻ വിധിച്ചവരെ പോലെയാണ് ഈ ഓപ്പറേഷൻ വിധിച്ച ആളുകൾ. പിന്നെ അവർക്ക് വിഷമം ഒരു അന്തമുണ്ടാവില്ല. നേരെ പണക്കാട്ട് പോയി തങ്ങൾ നേരെ ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അത് സുഖായിക്കോളും, വിഷമിക്കണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞു വന്നു. ഓപ്പറേഷൻ ചെയ്യേണ്ട അന്ന് ടെസ്റ്റ് ചെയ്ത്, ഓപ്പറേഷന് അഡ്മിറ്റ് ആവാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. ഖാദർ മൊയ്തീൻ ബേജാറായിരുന്നു, എൻ്റെ പറ്റിയത്. നിങ്ങൾ ഇതിനിടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് എന്ത് മരുന്നേ കുടിച്ചത്? അപ്പോൾ പറഞ്ഞു, ഒരു മരുന്നും കുടിച്ചില്ല, എൻ്റെ നേതാവിൻ്റെ ഒരു മരുന്ന് കുടിച്ചു എന്ന് പറഞ്ഞു. അത്രേ. എന്താ നിങ്ങളെ നേതാവ്? എൻ്റെ നേതാവ് പാണക്കാട്ട് വെള്ളം കുറച്ച് ഊരി തന്നു, അതാണ് കുടിച്ചു, പിന്നെ എനിക്കൊന്നും ഉണ്ടായില്ല, എൻ്റെ നേതാവിൻ്റെ മരുന്ന്. അപ്പോൾ ഖാദർ മൊയ്തീൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളടുത്ത് വരുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ട് ചെയ്യാണ് വേണ്ടത്. എല്ലാവരും ഞങ്ങളടുത്തേക്കാണ് പാഞ്ഞു വരും. ഇതിന് മനുഷ്യന് വിശ്വാസമല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഈ ഖാദർ മൊയ്തീൻ മരിച്ചിട്ടില്ല. ഈ അബ്ദുഹാജി, താഷ്കന്റ് അബ്ദുഹാജി മരിച്ചിട്ടില്ല. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ ഇടവണ്ണ പറയാ. അങ്ങനെ എത്ര സംഭവം എന്ന് പറഞ്ഞാലും. രാമന്താളിയിലെ അച്ചിക്ക എന്ന് വിളിക്കുന്ന UK അസീദിന് മഞ്ഞപ്പിത്തം ബാധിച്ചു. കരളിന് ബാധിച്ചതിനാൽ പയ്യന്നൂരിലെ പ്രശസ്ത ആശുപത്രിയിൽ വീട്ടിലേക്ക് മടക്കി. മരിക്കുന്ന ഉറപ്പായി. രാമന്താളിയിൽ സന്ദർശനത്തിലെത്തിയ ശിഹാബുൽ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ, മമ്മൂവ സാഹിബിന്റെ വീട്ടിൽ വിശ്രമിക്കുന്നു. ചിലർ അസീസിനെ കുട്ടി അവിടെ തങ്ങളെടുത്ത് പോയി. ഡോക്ടർ കൈയൊഴിഞ്ഞു. ഇനി ചികിത്സ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേഗം തങ്ങളൊരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചൂതി നന്നാക്കി ഭക്ഷണം കഴിക്കാനും പറഞ്ഞു. ഒരു പ്രശ്നമില്ല.
ഇത് പത്രങ്ങൾ പിന്നീട് വാർത്തയാക്കി. നെഞ്ചിൽ മൃദുവായി തലോടി, കുടിക്കാൻ വെള്ളം കൊടുത്തു, വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, എല്ലാം അള്ളാഹുവിലാണെന്ന് പറഞ്ഞു. തങ്ങൾ എഴുന്നേറ്റു. 2 ആഴ്ച കിടക്കേ നിന്ന് കിടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രോഗം മാറി. ഒന്നുമില്ല. എന്തിന്? മണ്ണാർക്കാടുള്ള ഉബൈദ് ചെങ്ങലേരി എന്ന നമ്മളൊരു ചെറുപ്പക്കാരൻ, ഉബൈദ് ചെങ്ങലേരി, RCCന്ന് മടക്കി 85% ക്യാൻസർ തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തങ്ങളടുത്ത് പോയി പറഞ്ഞു. തങ്ങൾ വേഗം പറഞ്ഞു, നിങ്ങൾ ഉംറ പോയിക്കോളൂ. ഉംറ കഴിഞ്ഞ് മടങ്ങി വന്നു. എന്നിട്ട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് എനിക്ക് വിളിച്ചു. ഉസ്താദ് എപ്പോൾ ഒന്നും കൂടി പരിശോധിച്ചു. ഒരു സോക്കടുമില്ല, ഒന്നുമില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് എന്ത് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്തിന്? ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഷറഫ് അലി പറയുന്നത് കൂടി കേൾക്കാം, അതും കൂടി കേൾക്കാം. ഷറഫ് അലി പത്രക്കാർക്ക് കൊടുത്ത അഭിമുഖം കേട്ടോളൂ. കേരള പോലീസ് ടീം, കറാമത്തിന്റെ ടീമാണ് പോലെ കേരള പോലീസ്, കേട്ടോളൂ. കേരള പോലീസ് ടീം രൂപീകരിച്ചതിന്റെ ആദ്യ നാളുകൾ ഷറഫ് അലി പത്രക്കാർക്ക് കൊടുത്ത അഭിമുഖമാണ് ഈ പറയുന്നത്. കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റനായ ഷറഫ് അലി കേരള ചരിത്രം കണ്ട ഇതിഹാസത്തിന്റെ പുരുഷനായ പെലയോട് ഒരു കേരളത്തിന്റെ പെല എന്ന് പറയാവുന്ന ഒരാളാണല്ലോ ഷറഫ് അലി. ഷറഫ് അലി പറഞ്ഞ വാക്കുകൾ. കേരള പോലീസ് ടീം രൂപീകരിച്ചതിന്റെ ആദ്യ നാളുകൾ, ആദ്യത്തെ 3 സീസണുകളും ടീം ദയനീയമായി പരാജയപ്പെട്ടു. ഈ സീസണിലും ടീമിന്റെ പ്രകടനം മോശമായാൽ കേരള പോലീസ് ടീം പിരിച്ചുവിടുമെന്നായിരുന്നു തീരുമാനം. നായകനായ എനിക്ക് ഒരാശയം തോന്നി. ടീമിനെയും കൂട്ടുകൊണ്ട് പാണക്കാട്ട് പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ടീം അംഗങ്ങൾ കൂടി നേരെ പാണക്കാട്ട് പോയി തങ്ങളോട് പറഞ്ഞു. തങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായി പോയിക്കോളൂ, കപ്പും കൊണ്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു. പിന്നീട് കണ്ടത് ആ അക്വറ്റം കപ്പ് വാങ്ങി പിന്നെ ജൈത്രയാത്ര നടത്തി. കേരള ചരിത്രത്തിൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങിയ ഒരു ടീമാണ് കറാമത്തിന്റെ ടീമാണ്. ഇന്നെന്താ വേണ്ടത്? ഇന്നെന്താ വേണ്ടത്? മിനൽ മുഅ്മിനീന റിജാലും. അത് 28 പല്ലുണ്ടായിട്ട് നമ്മളോട് പറഞ്ഞാൽ നടക്കൂല, അത് നടക്കൂല. കണ്ണില് ഒരാളുടെ കണ്ണ് കേടായപ്പോൾ പിന്നെ മുഹമ്മദ് നബി ചികിത്സിച്ചു, ഉമിനീര് തേച്ചിട്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്ത് അവൻ്റെ ഒരു അനുയായിയെ കൊണ്ടുവന്നു, കാഴ്ചയില്ലാത്ത ഒരാളെ, ഒരു കണ്ണ് പൊട്ടിപ്പോയി, ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ മുഹമ്മദ് ചെയ്തെന്ന് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇതുപോലത്തെ ഒരാൾക്ക് ഇങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിനിങ്ങനെ ഉമിനീര് തേച്ചിരുന്നു. അപ്പോൾ വേഗം മുസൈലിമത്തുൽ കദ്ദാബ് തൻ്റെ ഉമിനീരെടുത്തിട്ട് കണ്ണിലൊന്ന് തേച്ചു കൊടുത്തു, മറ്റേ കണ്ണും പൊട്ടി. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ്. ആൺകുട്ടികളാണ്. ഈ കുടുംബത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഈ കുടുംബത്തിന്റെ കൂടെ നിങ്ങൾക്ക് നിന്നൂടെ? ഈ കുടുംബത്തിന്റെ കൂടെ നമുക്ക് നിന്നൂടെ? ഈ കുടുംബം നമ്മളെ കൊണ്ടുപോകാൻ മാത്രം പ്രാപ്തരല്ലേ? ഒന്ന് ഉറക്കട് പറയും. ഈ കുടുംബം നമ്മളെ കൊണ്ടുപോകാൻ പ്രാപ്തരല്ലേ? ഈ കുടുംബത്തെ പോലെ നമ്മളെ കൊണ്ടുപോകാൻ പ്രാപ്തരായ വേറൊരു കുടുംബത്തെ അറിയോ? ഈ കുടുംബത്തിനൊപ്പം പോകാൻ സന്നദ്ധരല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ വിജയം. ആര് കപ്പലിൽ കയറിയാലും വിജയിക്കും. ആര് കയറിയാലും വിജയിക്കും. വഴിക്കടവന്ന് 3-4 മരം കൂട്ടിക്കെട്ടുക, തെരപ്പെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എന്താ പറയാ? 3-4 മരം കൂട്ടിക്കെട്ടുക വഴിക്കടവന്ന്, എന്നിട്ട് ചാലിയാർ പുഴയൊക്കെ തള്ളിയിടുക, എന്നിട്ട് അതിന്റെ മേലെ തെരപ്പന്റെ മേലെ കയറിയിരിക്കുക, എന്നിട്ട് തുണി വെച്ചിട്ട് തലയെ കെട്ടുക, എന്നിട്ട് വീട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഏലില്ല മാലില്ല എന്നിങ്ങനെ പാട്ട് പാടിയിട്ട് നേരെ കല്ലായി പുഴയിൽ കൊണ്ടേ കൊടുത്ത് കൂലി വാങ്ങിപ്പോകുന്ന ആളായിരുന്നു പത്തായക്കുടൻ സീതി. ആ സീതി കേരള ചീഫ് വിപ്പായി മരിച്ചു. എന്തുകൊണ്ട്? ഈ കുടുംബത്തിന്റെ കപ്പലിൽ കയറി എന്നാണ് കാരണം. അല്ലാതെ എന്താ? ഇന്ത്യ നയനാരി ക്വാളിഫിക്കേഷൻ LP ആണെന്ന് പറയും, ലോക പരിചയം, അങ്ങനെ പറയാം. ചിലപ്പോൾ പറയും ഞാനും നയനാരും ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് എന്ന് പറയും. സീതിയാജിയുടെ ഒറിജിനൽ പെല്ലിതാ. കുറെ പലത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ പെല്ല്, ഒറിജിനൽ. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഇവിടേക്ക് വരേണ്ടവർക്കൊക്കെ വരാം. പക്ഷെ അതിനേക്കാൾ ഫضل നമുക്കുണ്ട്. നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. പോയവർക്ക് വരാം, വന്നാൽ അവർക്ക് ഫضل ഉണ്ടാവും. വന്ന് വരിക എന്നുള്ളതും ഒരു ഫضലാണ്, വരുന്നവരെ തടയണ്ട. പക്ഷേ പോകാത്തവർക്കാണ് ഏറ്റവും വലിയ ഫضل. നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു നമുക്കൊരു ഫضل തന്നു. ചില ആളുകൾക്ക് ഇവിടെ ഇങ്ങോട്ട് മടങ്ങേണ്ടി വരികയാണ്. മടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മോശമുണ്ട്, അവർ പോയി എന്നുള്ളതാണ് കാരണം. എന്നാൽ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ല, നമ്മൾ പോവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നുമില്ല.
വഴിക്കടവുകാർ പഴമക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയുടെ ഇറക്കിൽ ചായ്പില് കഞ്ഞി വെച്ച് പാർക്കും കൊതുകിന്റെ കടിയും കെട്ടിട്ട് സീതിയാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വയസ്സന്മാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടതാ. വയസ്സനെ നേരിട്ട് പറഞ്ഞു. അന്ന് വഴിക്കടവിൽ കാളിയായ എലക്കര ബീരാൻകുട്ടി മുസ്ലിയാർ എന്നോട് നേരിട്ട് പറഞ്ഞതാ. നമ്മുടെ പള്ളിയുടെ ചായ്പിൽ വന്നിട്ട് കഞ്ഞി വെച്ച് കൂടും സീതി. അന്ന് പത്തായക്കുടം സീതിയാ. പിന്നെ കേരള ചീഫ് വിപ്പ, മന്ത്രിമാർക്ക് വിപ്പ് കൊടുക്കുന്ന ചീഫ് വിപ്പായിട്ടാണ് മരിച്ചത്. സുൽത്താനുസലാത്തിനായിട്ടാണ് മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഏത് കേംബ്രിഡ്ജിൽ പോയിട്ട് സീതിയാജി പഠിച്ചു? ഒരു കേംബ്രിഡ്ജിലും പോയിട്ടില്ല. ആ കപ്പലിൽ കയറിയവർ മുഴുവനും വിജയിക്കും. ആ കപ്പലിൽ കയറാത്തവർ മുഴുവനും നശിച്ചു പോകും. ആ കപ്പൽ കയറിയില്ല മകൻ, ആ മകൻ നശിച്ചു. ഞാൻ ഈ ഹദീസ് ഇങ്ങനെ ആലോചിച്ച് നോക്കി. എന്റെ റസൂലുള്ളാഹി അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെ എന്ന് പറഞ്ഞു. കപ്പൽ എന്ന് പറഞ്ഞാൽ മതി എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കപ്പൽ എന്ന് പറഞ്ഞാലും അതൊരു വലിയ ആശയ. കപ്പൽ, വിശാലമായ സാഗരത്തിൽ കപ്പൽ കിട്ടിയാലും വലിയ കാര്യമല്ലേ. പിന്നെ എന്തിനാ നൂഹ് നബിയുടെ കപ്പൽ എന്ന് പറഞ്ഞു? അതെന്താ അങ്ങനെ പറഞ്ഞു? എന്റെ അഹ്ലു ബൈത്ത് കപ്പൽ പോലെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു റസൂലുള്ളാഹിക്ക്? മറുപടി കിട്ടി. എന്റെ അങ്ങനെ പറഞ്ഞു, കപ്പലാണെങ്കിലും മുങ്ങും, കപ്പൽ മുങ്ങാം. നൂഹ് നബിയുടെ കപ്പൽ ഒരിക്കലും മുങ്ങിയിട്ടില്ല, മുങ്ങുകയില്ല. അഹ്ലു ബൈത്ത് വെറും കപ്പലല്ല, മുങ്ങാത്ത കപ്പലാണ്. കപ്പലാണല്ല, മുങ്ങാത്ത കപ്പലാണ്. മൻ റകിബ ഫീഹാ നജാ വമൻ ലം യർകബ് ഹലക് അശദ്ദുകും അഹ്ബതുകും അല സിറാത്തി അശദ്ദുകും ഹുബ്ബൻ ലി അഹ്ലി ബൈത്തി. എന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവർ ഒരിക്കലും പേടിക്കണ്ട, അവർക്ക് സിറാത്ത് വിട്ട് കിടക്കാവുന്നതാണ്. ചെയ്യട്ടെ. ഒന്നുമല്ലാത്തവർ ഈ കപ്പലിൽ കയറിയപ്പോൾ എല്ലാമായവർ ഈ കപ്പലിൽ നിന്നിറങ്ങിയപ്പോൾ ഒന്നുമല്ലാതെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാമായ പലരും ഉണ്ടായിരുന്നു, ഈ കപ്പലിൽ നിന്നിറങ്ങിയപ്പോൾ ഒന്നുമല്ലാതായിട്ടുണ്ട്. എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു. ഒന്നുമല്ലാത്തവർ ഈ കപ്പലിൽ കയറിയപ്പോൾ എല്ലാമായിരുന്നവർ ഈ കപ്പലിൽ നിന്നിറങ്ങിയപ്പോൾ ഒന്നുമല്ലാതായി. എന്തുകൊണ്ട്? ആരെ ഇറങ്ങിയാൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ പിന്നാലെ നിൽക്കുക. കറാമത്ത് ഇനിയും വളരെ കസീറത്താണ്, എണ്ണിയാലൊടുങ്ങാത്തതാണ്. അത് അനവധിയാണ്, എണ്ണിയാലൊടുങ്ങാത്തതാണ്. അനവധി ആളുകൾക്ക് തൻ്റെ ഒരു വാക്കുകൊണ്ട് എത്ര ആളെ ബ്രാൻഡ് മാറി, എത്ര ആളെ വേദന മാറി, എത്ര ആള് ചരിത്രം കണ്ട ഏറ്റവും വലിയ സ്വാബിറ. നട്ടപ്പാതിരക്ക് വീട്ടിൽ വന്ന് രാത്രി 2 മണിക്ക് വീട്ടിൽ വന്നാലും വീട്ടിന്റെ കൊലയിലുള്ള ആളുകൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് വീട്ടിന്റെ അകത്തേക്ക് പോകും. ചരിത്രം കണ്ട സ്വാബിർ, ചരിത്രം കണ്ട മുഹിബ്. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു പരിപാടി ഉണ്ടാക്കി. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് 2006 അന്ന് തങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു വനട്ടിച്ചൊറി പോലെ പിടിച്ചിരുന്നു. പരിപാടിക്ക് വരാൻ കഴിഞ്ഞില്ല. പരിപാടി തുടക്കത്തിൽ വരാൻ പറഞ്ഞു, പരിപാടി തീരണമെന്ന് വരാൻ പറഞ്ഞു. മുനവ്വർ ശിഹാബ് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ കഴിയില്ല, ഉപ്പാക്ക് ക്ഷീണാണ് എന്ന് പറഞ്ഞു. എനിക്ക് പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ വലിയ വിഷമം തോന്നി. പഠിച്ചവന് തങ്ങൾ വന്നില്ലല്ലോ പരിപാടിക്ക്. എന്തോ ഒരു പൂർണ്ണമായിട്ടും ഒന്നും പൂർണ്ണമാവാത്തതുപോലെ തോന്നി. മടങ്ങിപ്പോയപ്പോൾ പിന്നെ മുനവ്വർ ശിഹാബ് ഞങ്ങൾ പാണക്കാട്ട് ഉപ്പാനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ പാണക്കാട്ട് പോയി. ഉച്ച നേരം വീട്ടിൻ്റെ അകത്തും ഇരുന്ന് മുസാഹഫ് ഖുർആൻ ഓതുക. എൻ്റെ അടുത്തേക്ക് മുനവ്വർ ശിഹാബ് ഞങ്ങളെ പറഞ്ഞയച്ചിട്ട് കസേര കൊണ്ടുവരിച്ചു. ഒന്നുമല്ലാത്ത എന്നെ പിടിച്ച് കസേരയിൽ ഇങ്ങനെ പിടിച്ചിരുത്തി. എത്രയോ അനുഭവം അങ്ങനെ ഉണ്ട്. ഇരുത്തി സംസാരിച്ചു. നോമ്പ് തുറന്ന് പോകാൻ പറഞ്ഞു. എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലത്തെ 2006 അന്ന് തങ്ങൾക്ക് സുഖമില്ലാതെ വരാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ പോട്ടെ എന്ന് എണീറ്റപ്പോൾ അകത്തുനിന്ന് കുറച്ച് കാരക്കയും സംസം വെള്ളവും കുറച്ച് ആപ്പിളും ഒരു കീസിലാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വീണ്ടും പോകാനൊരുങ്ങിയപ്പോൾ അവിടെ പിന്നെ ഇരിക്കുന്ന. അപ്പോൾ മുനവ്വർ ശിഹാബ് തങ്ങൾ ഒരു കവറ് കൊണ്ടുവന്നിട്ട് കൊടുത്തു. ആ കവർ ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു തുണിയും കുപ്പായുണ്ട്, ഈ കൊല്ലം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇത് എൻ്റെ വക സന്തോഷത്തിനാണ്. അതാണ് നിങ്ങൾ ചിന്തിക്കണം. അതാണ് അപ്പയില്ലാത്തവർക്ക് ബാപ്പ, അപ്പുള്ളവർക്കും ബാപ്പ. എന്റെ ഞാൻ എപ്പോഴും ഇങ്ങനെ, ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊടുത്തപ്പോൾ ഉമ്മ കൊണ്ടുപോയി കരഞ്ഞു. തങ്ങൾ നിന്ന കുപ്പായെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ കരഞ്ഞു.
എപ്പോഴും ഇടണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് ഉമ്മ പാത്തിച്ചു. ഞാൻ പിന്നെ എപ്പോഴും എനിക്ക് എന്തിനാണാവോ മനുഷ്യനൊരു കുപ്പായം തന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ പിടുത്തം കിട്ടി. ഒന്നുമല്ലാത്ത കുട്ടികളാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ ആ കുട്ടികൾക്കൊരു പ്രോത്സാഹനമായി കിട്ടിയാൽ അതിൽ സമുദായത്തിന് നന്മയല്ലേ എന്ന് വിചാരിക്കും. സമുദായത്തിനെ കൊണ്ട് അവരെ കൊണ്ട് ഉപകരിച്ചാലോ ആ കറാമത്താണ്. ഇതന്നെ ഈ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കറാമത്താണ് ഇത്. 10 കൊല്ലമായി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ഔൺസ് ദശമൂലാരിഷ്ടം ഞാൻ കുടിച്ചിട്ടില്ല. 10 മണിക്കൂർ 8 മണിക്കൂർ പ്രഭാഷണം നടത്താത്ത ദിവസം 10 കൊല്ലത്തിനിടയിൽ കുറവാണ്. ഞാൻ ഇവരെ കറാമത്ത് പറയാൻ വേണ്ടി പറയാണ്. ഏറ്റവും വലിയ കറാമത്ത്, ഇവരുടെ ഏറ്റവും വലിയ കറാമത്ത് ഒന്ന് ഞാൻ തന്നെയാണ്. എൻ്റെ ഈ നാവ് ഏറ്റവും കൂടുതൽ പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഖുർആൻ ഹദീസ് പറഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം പാണക്കാട്ടെ കുട്ടികളെയും പൂക്കത്തങ്ങളെ മക്കളെയും ബാഫക്കത്തങ്ങളെയും പറയാനാണ്. അത്രയും എനിക്കിഷ്ടമുള്ള ഒരു കാര്യമല്ല. അതന്നെ കറാമത്ത്. 10 കൊല്ലമായി 10 മണിക്കൂർ 8 മണിക്കൂർ ദിവസം പ്രഭാഷണം നടത്തും. ഇല്ലാത്ത ദിവസം പെരുന്നാൾക്ക് പോലും കുറവായിരിക്കും. ഒരു മഹത്വം പറയല്ല, ഇവരെ കറാമത്ത് പറയാം. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇവരെ കറാമത്ത് പറയാം. 1/2 ഔൺസ് ദശമൂലാരിഷ്ടം അതിൻ്റെ പേരിൽ കുടിച്ചിട്ടില്ല. ഒച്ച നന്നാകാൻ 10 കൊല്ലത്തിനിടയിൽ 1/2 ഔൺസ് ദശമൂലാരിഷ്ടം കുടിച്ചിട്ടില്ല. ഇവരെ കറാമത്താണ്. നേരം പറ്റ വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. ഇത് പറഞ്ഞാൽ തീരില്ല. പറഞ്ഞാൽ തീരാത്ത ഒരു വായ്ത്താരിയുടെ ഒരിക്കലും അവസാനിക്കാത്ത തുടങ്ങിയിടത്തു നിന്നും ഒരിക്കലും അവസാനിക്കാത്ത വാക്കുകളുടെ നൈരന്തര്യ പ്രയാണങ്ങളാണ് നമുക്ക് ശേഷം വീണ്ടും ഉള്ളവർക്കും പറയാൻ മാത്രം. ഇത് വളരെ വലുതാണ്. ഇതുള്ളതാണ്, ഉണ്ടാക്കിയതല്ല. ഇത് തന്നെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അടുത്ത കൊല്ലം അഹ്ലുബൈത്തിനെ കുറിച്ച് പറയുമ്പോൾ കൂട്ടത്തിൽ കുറച്ചുകൂടി തങ്ങളെ കൂട്ടി പറയാം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നതിൻ്റെ കാൽഭാഗം പോലും പ്രസന്റ് ചെയ്യാൻ കഴിയാതെ ഞാൻ മടങ്ങാണ്. അല്ലാഹു തആല നല്ലവരിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. എന്തെങ്കിലും റിയാ ഉണ്ടെങ്കിൽ മാപ്പാക്കണം പഠിച്ചവൻ. അല്ലാഹുവേ, ആ കൗസറിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കിത് കുടിക്കാൻ ഞങ്ങൾക്കിതിന് സബബാക്കി തരണമേ റബ്ബേ. ഇത് ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർക്കും നട്ടപ്പാതിരക്ക് പോലും ഞങ്ങൾക്ക് ഓടി തന്ന ഉസ്താദുമാർ ഞങ്ങളൊന്ന് നന്നായി കിട്ടിയാൽ സമുദായത്തിന് ഗുണമുണ്ടാവുമെന്ന് നേരത്തെ കണ്ടിട്ടുണ്ടായ ഞങ്ങളെ ഉസ്താദുമാർക്ക് പഠിച്ചവനെ ഈ വിവരം ഞങ്ങൾക്ക് കൂടി തന്ന മഹാന്മാർ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ നീ പഠിച്ചവനെ ദീർഘായുസ്സും കൊടുക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ, നിന്റെ സന്തോഷത്തിൽ അവർക്കും ഞങ്ങൾക്കും ഈമാന്റെ മരണം നൽകണമേ റബ്ബേ. ഈ മഹിതമായ ഈ സൽസരണി ഞങ്ങൾക്ക് കാണിച്ചു തന്ന പാണക്കാട് കുടുംബവും സമസ്ത കേരളവും ജംഇയ്യത്തുൽ ഉലമയും നേതൃത്വം നൽകുന്ന മതപരമായും സാമൂഹിക രാഷ്ട്രീയവുമായ ഇവിടുത്തെ ഔന്നത്യം ഇത് നിലനിർത്തി തരണമേ തമ്പുരാന്. മതപരമായും രാഷ്ട്രീയമായും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഈ ഔന്നത്യം നിലനിർത്തി തരണമേ തമ്പുരാന്. അതിന് ഈ സാധുവിന്റെ നാവും മറ്റു ഉലമാക്കളുടെ നാവും ഒരു സബബാക്കി തരണമേ റബ്ബേ. അതിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന ഒരുപാട് മക്കൾ ഇവിടെയുണ്ട്. അവരെ ഭാവിയുടെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണമേ തമ്പുരാന്. ഏതൊരുത്തന്റെ മുന്നിലും ഈ സത്യം വിളിച്ചു പറയാനുള്ള ആർജവവും കരുത്തും അവർക്കുണ്ടാകണമേ തമ്പുരാന്. ബഹുമാനപ്പെട്ട മുനീർ സാഹിബിനെ പോലെയുള്ള ഞങ്ങളുടെ മഹാനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ മകൻ, അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കണമേ റബ്ബേ. അവരെയൊക്കെ സ്വലാഹിയത്തിലും ഖൈറിലും ഹിദയിലും നിലനിർത്തണമേ തമ്പുരാനെ. എല്ലാ വൃത്തികേടുകളെ തൊട്ടും അവരെയും ഞങ്ങളെല്ലാവരെയും എല്ലാ വൃത്തികേടുകളിൽ പങ്കാളികളാവുന്നതിനെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നോമ്പ് നീ കബൂലാക്കണമേ പഠിച്ചവനെ. ഞങ്ങളെ ഖൽബിനെ ശുദ്ധീകരിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ ഉന്നതമായ വിജയം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ഈ കർമ്മം കണ്ട് ആകാശത്തെ ഹൂറുലീങ്ങൾ ഞങ്ങളെ മാടി വിളിക്കണമേ തമ്പുരാനെ. ഇതാ മുഅ്മിനീങ്ങളെ കണ്ടില്ലേ, ആ മുഅ്മിനീങ്ങളെ മാടി വിളിക്കുന്ന ഹൂറുൽ ഖവാഇബ് ഞങ്ങളെ മാടി വിളിക്കണമേ തമ്പുരാനെ. അവരെ സവിധത്തിലേക്ക് ദീർഘായുസിന് ശേഷം ആഫിയത്തോടുകൂടുന്ന ദീർഘായുസിന് ശേഷം സന്തോഷത്തിൽ മടങ്ങാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ഞങ്ങൾ അജിദാദിന് പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. ഇവിടെ വന്ന ആദ്യകാല തങ്ങന്മാർ, മുൻകാലത്തെ തങ്ങന്മാർ, അവരെ കാലഘട്ടത്തിൽ മുണ്ട് മുറുക്കിയെടുത്ത് അവരെ പിന്നാലെ ഓടിയ ഈ നാട്ടിലെ ഉമറാക്കൾ, കൃഷിവലന്മാർ, അധ്വാനികൾ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, ബഹുമാനപ്പെട്ട തങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്തോന്ന് പറ്റിയെന്നറിഞ്ഞപ്പോഴത്തിന് ആ രാത്രി തന്നെ വന്ന ലക്ഷക്കണക്കായ പാണക്കാട്ടേക്ക് നെടുവീർപ്പിട്ടോടിയ മലബാറിന്റെ വെള്ളുവനാടിന്റെയും വേറനാടിന്റെയും ധീരതേരിമാനികളായ മക്കൾ, പടച്ചവനെ, ആ കുട്ടികളെ നാട്ടിന് ഉപകരിക്കണമേ തമ്പുരാനെ. അവരെ നാട്ടിന് ഉപകരിക്കണമേ റബ്ബേ. അവരെ ഹസ്തങ്ങൾ നീ ശക്തിപ്പെടുത്തണമേ തമ്പുരാനെ. അവർ വിവേകികളാകണമേ റബ്ബേ.
ഞങ്ങൾ നേതാവ് ചരിത്രം കണ്ട വിവേകിയായിരുന്നു, ആ വിവേകം ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. ഞങ്ങൾ നേതാവ് ചരിത്രം കണ്ട മിതഭാഷിയായിരുന്നു, ആ രീതി ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. ഞങ്ങൾ നേതാവ് ചരിത്രം കണ്ട ഏറ്റവും വലിയ സമാധാനിയായിരുന്നു, ആ സമാധാന ബോധം ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. ഞങ്ങൾ നേതാവ് ചരിത്രം കണ്ട ഏറ്റവും വലിയ ഐക്യത്തിന്റെ കണ്ണിയായിരുന്നു, ആ ആത്മാർത്ഥതയുടെ ഐക്യത്തിന് ഞങ്ങളെയും കണ്ണികളാക്കണമേ തമ്പുരാനെ. ഞങ്ങൾ നേതാവിന്റെ ശബ്ദം, ഞങ്ങൾ നേതാവിന്റെ സ്വരം ദിഗന്ധങ്ങൾ ഭേദിച്ച് കടന്നു പോയിരുന്നു. ആ പിന്മുറക്കുരായി അവരുടെ പിൻഗാമികൾക്കും കരുത്തു കൊടുക്കണമേ റബ്ബേ. അവരുടെ പിന്നാലെ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ റബ്ബേ. ഇസ്സത്തിൽ അവരുടെ പിന്നാലെ പോകാൻ മുസ്തഫ നബിയെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ നിങ്ങളെ മക്കളെ സഹായിച്ചവരാണ് നബിയെ എന്ന് ഒന്ന് പറയാനുള്ള ഒരു ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാവരും ഇസ്സത്തിലാക്കണമേ റബ്ബേ. എല്ലാവർക്കും സ്വർഗം വിധിക്കണമേ റബ്ബേ. നരകത്തെ തൊട്ട് കാക്കണമേ റബ്ബേ. എല്ലാവരും രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. പാവപ്പെട്ട പെണ്ണുങ്ങൾ, സഹോദരിമാർ, അരങ്ങ് കാണാത്ത നടന്മാരാണ് അവരുണ്ടായത് കൊണ്ടാണ് ഈ സമൂഹം ചലിച്ചു പോകുന്നത്. അവർക്ക് നീ ഇജ്ജത്ത് കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ ഗർഭപാത്രത്തിലൂടെ സ്വാലിഹീങ്ങളായ ശുജായിമാരെ ഇനിയും ഈ ഉമ്മത്തിൽ നൽകുമേ തമ്പുരാനെ. ഇനിയും ഒരുപാട് പൂക്കോയമാരും, ഇനി ഒരുപാട് മുഹമ്മദ് അലി ശിഹാബുമാരും, ഇനിയും ഒരുപാട് CHമാരും ഈ സമുദായത്തിന്റെ യശസ്സിന് ഉരുളക്ക് പേര് കൊടുക്കുന്ന നയതന്ത്രജ്ഞന്മാരെയും ആത്മാർത്ഥതയുള്ളവരെയും ഇനിയും ഈ സമുദായത്തിൽ നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂടെ നീ ഉണ്ടാകണമേ തമ്പുരാനെ. ഞങ്ങളെ ശത്രുക്കളെ തൊട്ട് ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ. സാഹിറിന്റെ സിഹറിനെ തൊട്ടും ആയിനെ തൊട്ടും നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ. എല്ലാവരെയും നീ നിലനിർത്തിയ ഇജ്ജത്തിലാക്കണമേ റബ്ബേ. റബ്ബന ആതീന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഖിന അദാബന്നാർ വഖിന അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.